മാർക്കസ് ഒറേലിയസിന്റെ ഒരു കോട്ടുണ്ട്. ഇറ്റ് നെവർ സീസസ് ടു അമേസ് മീ. വി ഓൾ ലവ് അവർ സെൽസ് മോർ ദാൻ അതർ പീപ്പിൾ ബട്ട് കെയർ മോർ അബൌട്ട് ദെയർ ഒപ്പീനിയൻ ദാൻ അവർ ഓൺ. അതായത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെയാണ്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം നോക്കുന്നത് മറ്റുള്ളവരുടെ. ഹരീഷിന്റെ ലൈഫിൽ എങ്ങനെയായിരുന്നു? എൻ്റെ ലൈഫിൽ ആക്ച്വലി മറ്റുള്ള ആളുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഒന്ന് ബ്രോൻ്റെ അടുത്ത് സംസാരിച്ചുകൂടി ഇരിക്കില്ലായിരുന്നു. അത് നമുക്ക് എപ്പോഴും നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് നമ്മളൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അഭിപ്രായങ്ങൾ അൺലിമിറ്റഡ് ആയിരിക്കും. പല സൈഡിൽ നിന്ന് നമുക്ക് പല രീതിയിൽ എല്ലാം നമ്മളിപ്പോൾ അവർ കണ്ടിട്ടുള്ള ഒരു കൾച്ചറിൽ തന്നെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് നമ്മൾ പ്ലസ് ടു വരെ പഠിക്കുന്നു, ഒരു ഡിഗ്രിക്ക് പോകുന്നു, അതിൻ്റെ ഒരു അത്ര ഹൈ പേയിങ് അല്ലെങ്കിലും ഒരു ബേസിക് ജോലി, കുറച്ച് EMI, വീട്, അങ്ങനെ ആ കൾച്ചറിൽ തന്നെ ആ മീറ്റർ പിടിച്ച് പോകുന്നവർക്ക് അധികം കേൾക്കില്ല. പക്ഷെ നമ്മൾ അവരുടെ കൾച്ചർ അല്ലാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി വിചാരിക്കുക, അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിത് കേൾക്കേണ്ടി വരും. ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കേട്ടിട്ട് അതിനൊന്നും ഞാൻ വാല്യൂ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത് എന്താ, നീ ചെറിയ പ്രായത്തിൽ ബിസിനസ്, എനിക്ക് എന്താ എക്സ്പീരിയൻസ് ആണുള്ളത്, ചെറിയ പ്രായത്തിൽ നീ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. ഞാൻ 19-20 സമയത്ത് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി, കോണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഇപ്പോഴും പേഴ്സണൽ ബ്രാൻഡ് എന്താന്ന് പോലും ആർക്കും അറിയില്ല. എൻ്റെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അപ്പോഴത്തെ ഒരു നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ഇപ്പോഴും ഇവൻ എന്തിനോ ചെയ്യുന്നു, ഇവൻ ഇൻഫ്ലുവൻസർ ആവാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ആ ബ്രാൻഡിന് നമുക്കൊരു ഫേസ് വേണം, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് അവിടെ ഇപ്പോഴും ഇല്ല, ഈ 2025 ആയിട്ടും ഇല്ല. മോശം പറയല്ല, കാരണം വെച്ചാൽ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് എത്തേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിരിക്കില്ല. മേ ബി ആ നോർമലി ഒരു ലൈഫ് ആ ഒരു ഇതിൽ തന്നെ പോകാനുള്ള മൂഡായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ഇതേപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ബ്രോ പറഞ്ഞ ആ കോട്ട് പോലെ ഞാൻ അങ്ങനെ അവരെ വാല്യൂ ചെയ്യാട്ടല്ല, ഞാൻ ആ പേഴ്സൺ പറയുന്നത് കേൾക്കും, പക്ഷെ ഞാൻ എടുക്കാറില്ല. അത് അത്രയും നമുക്ക് വേർത്താണ്, നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മുടെ വിഷനുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കും, അതർവൈസ് എടുക്കില്ല. അപ്പോൾ അതായത് നമ്മുടെ ടൈം അതിന് വേർത്താണെങ്കിൽ മാത്രം ആ ഉപദേശം എടുക്കേണ്ട കാര്യമുണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ബ്രോ ബിസിനസ് തുടങ്ങി? എന്തായിരുന്നു ബിസിനസ് ഞാൻ തുടങ്ങിയത് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റോ ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു മൈൻഡിൽ തുടങ്ങിയതെന്നല്ല. ആക്ച്വലി 2020 കഴിഞ്ഞ് നിൽക്കുന്നത് ഞാൻ ആർമി ഫോക്കസ്ഡ് ആയിരുന്നു. ചെറുത് മുതലേ ആർമിയിലേക്ക് പോകണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ പോവാം എന്നുള്ളൊരു നിൽക്കുന്ന സമയത്ത് നമുക്ക് കോവിഡ് വന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കുറഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടി പിടിക്കണം, എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു മാർക്കറ്റിംഗ് ഫേമിൽ വന്നു. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഫേമിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് സാലറി ഉണ്ടായിരുന്നില്ല, നമ്മൾ സെല്ല് ചെയ്യുന്നതിന് കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സെയിൽസ് ട്രെയിനിങ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിയ സമയത്ത് അതിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ സെല്ലിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് ഇൻകം ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി എവിടേക്കോ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിൽ എവിടേക്കോ നമുക്കൊരു ഫോക്കസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്നാണ് ബിസിനസ് തുടങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് എന്നുള്ളൊരു ഐഡിയ അപ്പോഴും ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമ്മൾ ആ മാർക്കറ്റിംഗ് ഫേമിൽ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ളത് ഇങ്ങനെ വന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, നമുക്ക് അടുത്തൊരു എറ അതാണെന്നുള്ളതൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഓക്കെ എന്നാൽ ശരി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. പിന്നീട് അതിൻ്റെ എന്തായാലും ജോലിക്ക് പോകണോ, അതിൻ്റെ ബേസ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യണോ, അതൊക്കെ പിന്നീടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഓക്കെ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പഠിക്കാം, എന്നിട്ട് എന്താ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനത് പഠിക്കാനായിട്ടൊരു ഇപ്പോൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് പറഞ്ഞാൽ ഒരു 3 month കോഴ്സ് എന്ന് പറഞ്ഞു. അത് പക്ഷേ ഭയങ്കര ലാഗൊക്കെ ആയിട്ട് 1 year ആയി. അപ്പോഴേക്കും അത് പഠിച്ചിറങ്ങാൻ നല്ല സമയം എടുത്തു. അവർ 1 year ആയി, കാരണം അവർ 3 month ആ കോഴ്സ് കേൾക്കും പറഞ്ഞായിരുന്നു. പക്ഷെ അത് അത്രയും പോയി. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടാണ് ബിസിനസ്സിലേക്ക് എൻട്രി എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച സമയത്ത് തുടക്കത്തിൽ തന്നെ എനിക്കിതൊരു മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ഫേമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നോളജ് പറഞ്ഞാൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവിടെ നിന്നാണ് എനിക്ക് ഡെവലപ്പ് ആയത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് നമുക്ക് ഓൺടർപ്രണേഴ്സിനെ പഠിപ്പിക്കാം. അത് ഞാൻ 20,000 രൂപ മുടക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ 20,000 രൂപ മുടക്കി പഠിക്കുന്ന സമയത്ത് ഇത് അത്രയ്ക്കില്ല, നമുക്ക് യൂട്യൂബ് നോക്കിയപ്പോൾ ഈസിലി പഠിക്കാവുന്നത് വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് 20,000 രൂപ മുടക്കി പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു കൈൻഡ് ഓഫ് ഇത്രയൊന്നും പൈസ മുടക്കി പഠിക്കാനുള്ള ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രണേഴ്സ് ഉണ്ടാവും, അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. ചെറിയ എമൗണ്ടിൽ ഒരു 2,500 റുപ്പീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ അത്രയും ആ ഒരു വ്യത്യാസം 2,500 10% പ്രൈസിൽ നമുക്ക് പഠിപ്പിക്കാം. കാരണം എനിക്ക് ഒന്നാമത് പ്രീമിയം സെല്ലിംഗ് അറിയില്ലായിരുന്നു കേട്ടോ. നമുക്ക് 2,500 റുപ്പീസിനെ പഠിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നു. അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ആങ്കറിനൊക്കെ ഹയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തു, ഇങ്ങനെ നമ്മൾ ഇത്ര റുപ്പീസിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ എൻക്വയറീസ് തന്നെ വന്നു. അപ്പോൾ ഞാൻ തന്നെ കോൾ വിളിക്കും, ഞാൻ തന്നെ സെയിൽസ് നടത്തും, എല്ലാം ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ നമുക്ക് ഇനീഷ്യലി നമുക്കൊരു 100 സ്റ്റുഡൻസ് ഒക്കെ വന്നു. ആ സമയത്ത് എല്ലാം ആർക്കും എൻ്റെ ഏജ് അറിയില്ല, ഓഫീസ് അറിയില്ല, ഇതൊന്നും ഉണ്ടായില്ല. കാരണം വെച്ചാൽ നമ്മൾ തുടങ്ങിയത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ നിന്ന് തുടങ്ങിയതാണ്. നമുക്ക് അങ്ങനെ ഒരു ഡിജിറ്റൽ സ്പേസ് ഓഫീസ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ്
ആരും നമ്മുടെ അടുത്ത് ഓഫീസ് എവിടാന്ന് ചോദിച്ചില്ല ഭാഗ്യത്തിന്. അത് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടോ അതുകൊണ്ടായിരിക്കാം, മേ ബി ചോദിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ആ സമയത്ത് നമുക്ക് ഓഫീസൊക്കെ ചില സമയത്തൊക്കെ എല്ലാവരും ഓഫീസൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. കാരണം ഇത് അത്ര ട്രസ്റ്റബിൾ ആയിട്ട് ഇപ്പം നിറയെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അത്ര എല്ലാവരും കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, ഓഫീസ് ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഫോക്കസ്ഡ് ആയിരുന്നു. അങ്ങനെ ശരി 2500 റുപ്പീസിന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒരു ഇനീഷ്യലി എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് നിറയെ നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അപ്പോൾ ശരി നമുക്ക് ഓക്കെ ഇത് നമ്മളെ കൊണ്ട് പറ്റും, ഈ പരിപാടി പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിനൊരു ഓർഗനൈസ്ഡ് ഫോമാറ്റ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ എൻട്രി ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഓൾമോസ്റ്റ് 2000+ ഓൺടർപ്രണേഴ്സിന് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോം മാത്രം, ആ ഒരു കാര്യം മാത്രം നമ്മൾ പഠിപ്പിച്ചു. അതിൽ അത്യാവശ്യം അവർക്ക് ഗ്രോത്ത് ഉണ്ടായി. അങ്ങനെ നമുക്ക് ഇപ്പോൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പിന്നെ അതിനൊരു ഓർഗനൈസ്ഡ് ഫോമാറ്റ് കൊണ്ടുവന്ന് അങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് ബിസിനസ്സിലേക്ക്. അപ്പം ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ് ബ്രോയുടെ? ഏജൻസി അല്ല, നമ്മൾ ഏജൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല, ഏജൻസി ആയിട്ടുള്ള പരിപാടിയെ ചെയ്തില്ല. നമ്മൾ ചെയ്തെന്താ പറഞ്ഞാൽ ആദ്യം ഏജൻസി ആയിട്ട് പോകാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഒരു ഏജൻസി എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നും പഠിക്കാനുള്ള ഒരു ആ സമയത്തുള്ള ഒരു ഫിനാൻഷ്യൽ പരിപാടി ഇല്ല. പിന്നെ ഇത് എവിടെ തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരി നമ്മൾ അങ്ങനെ അത്ര വളഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള എവിടെ ഒരു കോൺഫിഡൻസ് ലാക്കായി അവിടെ. അപ്പോൾ എന്നാൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായതുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അതെനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടിയ സമയത്ത് അങ്ങനെയാണ് നമ്മൾ അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നത്. നമ്മുടെ ഇതിന്റെ പേരെന്താണ്? നമ്മൾ ലേൺ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമുക്ക് അങ്ങനെ ഒരു പേരൊന്നും വേണ്ട, മറ്റേ ചാറ്റും കുറെ ഇതൊക്കെ നോക്കി നമ്മൾ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു. അങ്ങനെ എവിടുന്നോ കിട്ടിയതാണ് ലേൺ ട്രിക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് അതിനൊരു ബ്രാൻഡിങ് കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ വന്നപ്പോൾ ഇപ്പം നമ്മൾ പ്രോഫിറ്റബിൾ സ്കിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന സ്കില്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൗസ് എന്നുള്ള രീതിയിൽ പ്രോഫിറ്റബിൾ സ്കിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിനൊരു ബ്രാൻഡിങ്ങും ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒക്കെ ആയിട്ട് ഇപ്പം നമുക്ക് അതിനൊരു കറക്റ്റ് സ്ട്രക്ചേർഡ് ഫോമാറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത്, അതായത് നേരത്തെ ഒരു രസത്തിന് വേണ്ടി ചെയ്തിരുന്ന കാര്യം അവിടെ നിന്ന് നമ്മുടെ ബിസിനസ്സായി മാറുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് എന്തായിരുന്നു? പെർസ്പെക്റ്റീവ് ചേഞ്ച് ആക്ച്വലി ഗ്രാജുവലി വന്നതാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് കാര്യങ്ങളായിട്ട് ആക്ച്വലി ഇതിൽ ഗ്രോ ആവണം എന്നുള്ളൊരു ആഗ്രഹം എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു സർക്കിളിൽ നമുക്ക് നിറയെ പുച്ഛം കിട്ടും. കുറേ ആളുകൾ നമ്മളെ പുച്ഛിക്കും. അപ്പോൾ ഒരു സമയം കഴിയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ മുമ്പിൽ ഷോ ചെയ്യുക, ഇവരുടെ മുമ്പിൽ നമ്മൾ ജയിച്ചു, നമ്മളുടെ വിഷൻ ആയിരുന്നു റൈറ്റ് എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ അതിങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചുമ്മാ ഇങ്ങനെ യൂട്യൂബിലും നമ്മൾ ജസ്റ്റ് ഇപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം ആണെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തതിനനുസരിച്ചല്ലേ വരാം. അപ്പോഴാണ് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെയാണ് ഇതിനൊരു ഗ്രാജുവലി നമ്മൾ മെല്ലെ മറ്റേ ഓരോ സ്റ്റെപ്പും വെച്ചാൽ പോയി എന്ന് പറഞ്ഞില്ല. നമ്മൾ പെട്ടെന്നൊരു ഗ്രോത്തോ പെട്ടെന്നൊരു പരിപാടിയോ കണ്ടില്ല. അപ്പോൾ ഇതിലിങ്ങനെ ഒരു വലിയ ഗ്രോത്ത് സ്പേസും നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായതൊക്കെ അവിടെ നിന്നാണ്. അങ്ങനെയാണ് ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാനും അതിന് നമ്മളൊരു ഒരു കോർപ്പറേറ്റ് കൾച്ചർ നമ്മളിൽ തന്നെ കൊണ്ടുവരാനും അതിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരാനൊക്കെ പിന്നീടാണ് നമ്മൾ ശ്രമിച്ചത്. അങ്ങനെയാണ് ഒരു ഗ്രാജുവലി വളർന്നാണ് ഇത്. അതൊരു പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ടുവരണമെന്നും നമ്മുടെ ബ്രാൻഡിന്റെ ഫേസ് നമ്മൾ തന്നെ ആവണമെന്നും അങ്ങനെയൊന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊരു ഗ്രാജുവലി ഉള്ള ഗ്രോത്ത് ആയിരുന്നു. എല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ വന്നതാണ് അതിലേക്ക്. ഞാൻ ചോദിച്ചത് പെർസ്പെക്റ്റീവിനുണ്ടായ ചേഞ്ച്, അതായത് ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ഹരീഷും ഇപ്പോൾ ഉള്ള ഹരീഷും പെർസ്പെക്റ്റീവ് ചേഞ്ചും ആക്ച്വലി ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കേസിലോ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൾച്ചർ വന്നതിന്റെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആക്ച്വലി ഉണ്ടായിട്ടില്ല. അതും ഇതുപോലെ നമ്മൾ വായിക്കുന്ന ഓരോ രീതികളും അറിയുന്ന പോഡ്കാസ്റ്റുകളും വീഡിയോസും കാര്യമൊക്കെ വരുന്ന അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്, ലൈഫ് ബേസ് ചെയ്തുള്ള അത് ഇത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതായത് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു കൾച്ചർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വേറെ പല രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പണ്ട് ഞാൻ ഭയങ്കര ഷോർട്ട് ടേം ബേർഡ് ആയിരുന്നു. അപ്പോൾ ഷോർട്ട് ടേം ബേർഡ് ആയിട്ട് ഞാൻ എവിടെയോ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾ വലിയ കാര്യത്തിൽ പറയും നിങ്ങൾ ഷോർട്ട് ടേം ബേർഡ് ആണെന്നുള്ളത്, പക്ഷെ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾ അരങ്ങണ്ടാവുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയാണല്ലോ, അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം, അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ കാണുന്ന വീഡിയോസ് പോഡ്കാസ്റ്റ് എന്തിനും കുറച്ച് വൈഡായിട്ട് ചിന്തിക്കാൻ നോക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഇതിലെന്തോ അപ്പുറത്തൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വൈഡായി ചിന്തിക്കുന്നതിലാണ് പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു സേഫ് ആയിട്ടൊരു 30,000 റുപ്പീസ് മന്ത്ലി എങ്ങനെ സാലറി ഒപ്പിക്കാം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഇനീഷ്യൽ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള മൈൻഡ് അങ്ങനെയായിരുന്നു. അവിടെ നിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് തന്നെ എൻ്റെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ്. കാരണം നമ്മൾ പറയാണ് എടാ മന്ത്ലി 10 lakh ഒക്കെ പോസിബിൾ ആണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു വർഷം
10 ലാക്ക് പോസിബിൾ ആകുന്ന മൈൻഡിലല്ല ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചിന് ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനെ പെർസ്പെക്റ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പുറത്തുനിന്നുള്ള ബുള്ളിങ് ഉണ്ടാവും. പക്ഷെ അത് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രം വിശ്വസിച്ച് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ തന്നെ ആ ഒരു സ്ട്രക്ചറിൽ ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ആ പെർസ്പെക്റ്റീവ് ചേഞ്ചിൽ വന്നപ്പോൾ എനിക്ക് എന്താ പറയാ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായതോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെ മെല്ലെ 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 എനിക്ക് ഗ്രോ ആക്കി കൊണ്ടുവരാൻ പറ്റും. ആ പെർസ്പെക്റ്റീവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആരുടെയെങ്കിലും അപ്രൂവൽ ചേസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് നമുക്ക് മോശമാണ് എന്നറിഞ്ഞിട്ടും അപ്രൂവൽ ചേസ് ചെയ്തിട്ടുണ്ട് പല രീതിയിലിട്ട്, അത് പല സിറ്റുവേഷൻസിലാക്കാം. അപ്രൂവൽ മീൻസ് ഇപ്പോൾ അത് നമുക്ക് പല രീതിയിൽ എടുക്കാമല്ലോ. അതിപ്പോൾ നമ്മുടെ ലുക്സിന്റെ അപ്രൂവൽ ആയിരിക്കാം, ബിസിനസിന്റെ അപ്രൂവൽ ആയിരിക്കാം, ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആയിക്കോട്ടെ, അങ്ങനെ പല അപ്രൂവൽ ഞാൻ സീക്ക് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്ക് ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചുകൂടിയും ആ ഒരു അപ്രൂവൽ സീക്ക് ചെയ്യാനൊക്കെ ഡെഫിനറ്റ്ലി അങ്ങനെ ആണല്ലോ. അപ്പോൾ അവിടുന്ന് ഞാൻ കൂടുതലായിട്ടും അങ്ങനെ അപ്രൂവലൊക്കെ സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആ ഒരു അപ്രൂവൽ ചേസ് ചെയ്തിട്ട് ഒരു സമയം എത്തുമ്പോൾ ഒരു പോയിന്റിൽ, ഇപ്പോൾ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് നടക്കില്ല, ഇത് നമുക്ക് കിട്ടില്ല, ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പം അവിടെ നിന്നാണിത് ആ ഒരു പെർസ്പെക്റ്റീവ് അവിടെ ചേഞ്ച് ആയത്. അപ്പോൾ ഇതുപോലെ ഞാൻ അപ്രൂവൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ പാരൻസിൻ്റെ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ആ ഒരു ആർമി ജോബ് എന്നുള്ളൊരു കാര്യത്തിന് ശരി ഞാൻ അത് നോക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, പക്ഷെ അപ്പോൾ നമുക്ക് വീട്ടുകാരുടെ അപ്രൂവൽ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ വീട്ടുകാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സൊസൈറ്റി ആളുകളുണ്ട്, അവരുടെ അപ്രൂവൽ കിട്ടിയാൽ വീട്ടുകാരുടെ അപ്രൂവൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് അവിടെ ഇതൊക്കെ നമ്മുടെ കാര്യം ഡിലേ ആവുന്നത്. നമ്മൾ പല ആളുകളുടെ അപ്രൂവൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പാരൻസിൻ്റെ, അതുപോലെ നമ്മുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നോക്കുക, അങ്ങനെ പല രീതിയിൽ ഞാൻ അപ്രൂവൽസ് സീക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, എല്ലായിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരാജയത്തിന് നീ മനസ്സിലായി ഒരു 2022 ശേഷം എൻ്റെ വിഷൻ എന്താണോ അതിലേക്ക് എനിക്ക് അലൈൻഡ് ആവാൻ പറ്റുമോ, അങ്ങനത്തെ ആളുകളായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷനും ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അപ്രൂവൽ ആ ഒരു 2022-23 ശേഷം എനിക്ക് അങ്ങനെ അത്ര പ്രശ്നമുണ്ട്. അതുവരെയുള്ള ഒരു ജേർണിയിൽ ഭയങ്കരമായിട്ടും അപ്രൂവൽ സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ അത് കിട്ടത്തില്ല. പിന്നെ നമുക്കതിൽ ഒരുപാട് ഡ്രോബാക്സും ഫെയിലിയേഴ്സും ഒക്കെ അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ അപ്രൂവൽ കാത്തു നിന്നിട്ട് മാത്രം നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സും ഒരുപാട് സെറ്റ് ബാക്സും അതിൻ്റെ പുറത്ത് മാത്രം വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അപ്രൂവൽ സീക്ക് ചെയ്യുന്നത് കാര്യമില്ല. നമ്മൾ എത്രത്തോളം പോയിട്ടും കാര്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്കൊരു വിഷൻ ഉണ്ടാവണം. മറ്റൊരാളെ ദ്രോഹിക്കാതെ നമുക്ക് അവിടെ എത്തിപ്പെടാനുള്ളൊരു വിഷൻ ഉണ്ടെങ്കിൽ അതും അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്രൂവൽസ് ഒക്കെ നോക്കാം. അതർവൈസ് നമ്മൾ നോക്കാം. നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഒരു ഉപദേശത്തിന്റെ വേറെ ഒരു വഴിയാണ് ഈ അപ്രൂവൽ സീക്ക് ചെയ്യുന്ന കേസും. അപ്പം അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഈ പറയുന്ന അപ്രൂവലൊന്നും അംഗീകരിച്ചില്ല ഇത്രയും തവണ കിട്ടാഞ്ഞിട്ടും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയധികം ആഗ്രഹിച്ചിട്ടായിരിക്കും. എക്സാക്ട്ലി. അപ്പൊ പിന്നെ ആ ഒരു ആഗ്രഹം അത്രയധികം ഉണ്ടായിരുന്നു. സോ എന്തായിരുന്നു ശരിക്കും ആഗ്രഹം? എന്തായിരുന്നു? ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആവണമെന്നായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ആയിരുന്നു? അല്ല, എനിക്ക് ചെറുത് മുതലേ ആർമി സിനിമകളൊക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ ആർമി സിനിമ നമ്മളെ നന്നായിട്ട് സിനിമ ഡെഫിനറ്റ്ലി നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മുടെ മൈൻഡ് പോലെയാണ് അതിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണോ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഇതിലിടയ്ക്ക് ഒരു ചർച്ചയൊക്കെ അതിന്റെ വലിയ കാര്യത്തിൽ നടന്നിട്ടുണ്ടല്ലോ, സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ആ ടോക്കിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ അത് നമ്മുടെ മനസ്സാണ് അത് എങ്ങനെ എടുക്കണം. നമ്മുടെ ഒരു ഐഡിയോളജി, നമ്മുടെ എത്തിക്സ് ഒക്കെയാണ് അതിനെ പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ നമ്മളൊരു ആർമി സിനിമ കാണിക്കുന്ന സമയത്ത് അതിൽ ടെററിസവും കാണിക്കുന്നുണ്ട്, അതുപോലെ ആർമി അതിനെ സർവൈവ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ വിഷനും എത്തിക്സും വെച്ചിട്ട് ഞാൻ ആർമീനെ ആ ടേസ്റ്റിനെ എന്ത് ചെയ്തു ഇഷ്ടപ്പെട്ടു. അപ്പുറത്ത് ടെററിസത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ എത്തിക്സിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു ആർമി എന്ന് പറയുന്ന സിനിമകളും, അതുപോലെ തന്നെ മെയിൻ തിങ് എന്ന് പറയുന്നത് നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർമിക്കാർക്ക് ബുള്ളറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരു സാലറി, അത്യാവശ്യം ഇൻകം കിട്ടുന്ന ഒരു ജോബ് എന്ന് പറയുന്നത് ആർമിയാണ്. അത്ര വളർച്ച എൻ്റെ നാട്ടിൽ എനിക്കും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഒരു 30,000 രൂപയോളം സാലറി കിട്ടണമെന്നുണ്ടെങ്കിൽ ആർമി പോകണം. ഇതാണ് നമ്മുടെ മൈൻഡിൽ ചെറുത് മുതലേ. അപ്പോൾ ഞാൻ ആക്ച്വലി ആർമി എന്നുള്ളത് നമുക്ക് ഓൾറെഡി സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾസിന് മുതലേ സ്പോർട്സിന്, അത്ലറ്റിക്സും ഗെയിംസും എല്ലാത്തിലും ആക്റ്റീവാണ്. അങ്ങനെ ഒരുപാട് വലിയ വളർച്ചയിലേക്കൊന്നും പോയില്ല, പക്ഷെ എല്ലായിടത്തും നിൽക്കും, എല്ലാ ഗെയിംസും കളിക്കും, അങ്ങനത്തെ പരിപാടി. അപ്പോൾ ആ ഫിസിക്കൽ ഇതിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആർമീനോട് കുറച്ചുകൂടി ഒരു താല്പര്യവും വരും. അപ്പോൾ ആർമി സിനിമകൾ ഇൻഫ്ലുവൻസ് ആയി, അതുപോലെ സ്പോർട്സ് ഇൻഫ്ലുവൻസ് ആയി, അതുപോലെ തന്നെ നാട്ടിൽ
ഓൾറെഡി ആർമിയിലുള്ള ഏട്ടന്മാരടുത്ത് സംസാരിക്കുമ്പോൾ അവരായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നു. പിന്നെ അതുപോലെ തന്നെ അവരെ കണ്ടിട്ട് എന്നൊക്കെ കുറച്ചുകൂടി എൽഡർ ആയിട്ടുള്ള ആളുകൾ ആർമിയിൽ എത്താൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ രാവിലെ ഓടാൻ പോകുന്നതും കാര്യങ്ങളായിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് എത്തി, അതായത് ആ സർക്കിളിലേക്ക് എത്തി. ആ സർക്കിൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെ ഒരു ടോട്ടൽ 5 ഫ്രണ്ട്സിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. അതെപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആ ഒരു സർക്കിളിലേക്ക് എത്തിയ സമയത്ത് അവരെന്നും രാവിലെ ഓടാൻ പോകുന്നു, അവരിങ്ങനെ ഫിറ്റ്നസ്, ജിമ്മ് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു, വൈകുന്നേരത്ത് കളിക്കാൻ പോകുന്നു, എപ്പോഴും അവർ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഭയങ്കര അവർ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൽ ഈ ഒരു ആർമി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറ്റും, ആ ഒരു ജോബ് എനിക്ക് പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ ഏജിട്ട് ഒരു 10-11 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അന്ന് മുതൽ ആർമിക്കാരനാവണം എന്നുള്ളതാണ്. എപ്പോൾ ആര് ചോദിച്ചാലും എനിക്ക് 1 കോടി രൂപ ശമ്പളം തരാനുള്ള ജോലി അത് നമുക്ക് കിട്ടില്ല എന്ന് അറിയാം കേട്ടോ. അപ്പോൾ ഒരു ഡയലോഗ് അടിക്കും, അത് 1 കോടി രൂപ സാലറി തരാമെന്ന് പറഞ്ഞാലും ഞാൻ ആർമിക്കേ പോകും എന്നുള്ള ഡയലോഗ് അടിക്കും. ആക്ച്വലി 1 കോടി രൂപ സാലറി ആയുള്ള ജോബ് പറയാൻ അയക്കേ പോകുള്ളൂ, അത് സത്യം. പക്ഷെ ഞാൻ എന്നാലും പറയും ഞാൻ ആർമിയിലേക്ക് പോകുമെന്ന് പറയും, കാരണം വെച്ചാൽ അതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. 1 കോടിക്ക് എത്താൻ പറ്റില്ല, അതാണ് ഞാൻ അന്ന് വിശ്വസിച്ചായിരുന്നത്. അപ്പൊ എന്റെ മൈൻഡിൽ എന്താ പറയുക, 30,000 കിട്ടുള്ളൂ, ആർമിക്ക് കിട്ടും. കാരണം ഞാൻ ഫിസിക്കലി ഭയങ്കര ആക്റ്റീവാണ്, അതിന്റെ എക്സാം എനിക്ക് ക്വാളിഫൈഡ് ആവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ശരി, അത് നടക്കും. എത്രാമത്തെ വയസ്സിൽ? ഒരു 10-11 ആ സമയത്തൊക്കെ. അപ്പൊ അന്നേരം എന്തോ 1 കോടിയുടെ ഇതറിയത്തില്ലല്ലോ. എക്സാക്ട്ലി, അതറിയില്ല. ഓപ്പർച്യൂണിറ്റി പോലും നമുക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോലും അങ്ങനെ 1 കോടി രൂപയൊക്കെ ഏൺ ചെയ്ത ആളുകളൊക്കെ വളരെ കുറവാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്, അവർ മാത്രമാണ് ഇത്രയൊക്കെ 1 കോടി എന്നുള്ള ഫിഗറും, അതും ആ 1 കോടിയുള്ള ഫിഗറിൽ അവർ എത്തിയണോ എന്ന് നമുക്ക് അറിയില്ല ആ സമയത്തൊന്നും. കാരണം അങ്ങനെ ഇപ്പോഴല്ലേ ഒരുപാട് കാർ കൾച്ചർ, വലിയ വലിയ വീട് കൾച്ചർ ഒക്കെ വന്നേ. അപ്പോൾ അന്ന് നമുക്ക് അതും അറിയില്ല. അപ്പൊ ആർമിക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാശുകാർ. അപ്പൊ നമുക്ക് പൈസ എത്തിപ്പെടുക, അങ്ങനെ മന്ത്ലി 30,000 രൂപയിൽ എത്തിപ്പെടുക എന്നുള്ള ഒറ്റ പോയിന്റ് ഓഫ് വ്യൂലാണ് അന്ന് ആർമി ചൂസ് ചെയ്തത്. എനിക്കൊരു 10-11 വയസ്സുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്പത്തെ സമയത്ത് ഒരു ലക്ഷ്യമുണ്ടാകുന്നത് വലിയ കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്നിട്ട് അങ്ങനെ ആർമി എന്ന് പറഞ്ഞിട്ട് അപ്പം മുതലേ ഓടാൻ പോകുന്നു, കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഒരു 2019 ഏകദേശം ഒരു 7-8 വർഷത്തോളം അത് എന്നുള്ള കാര്യങ്ങൾ തന്നെ അതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ആർമിയിൽ ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ഡിഫൻസിൽ, അതിപ്പോൾ ഏത് വയസ്സ്, ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് ഏതിലായിക്കോട്ടെ, പക്ഷെ ഡിഫൻസിൽ എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അത് കോവിഡ് കാരണം കൊണ്ടാണ് ചേഞ്ച് ആയത്. അതായിരുന്നു അൾട്ടിമേറ്റ് ആഗ്രഹം. ഈ പേഴ്സണൽ ബ്രാൻഡോ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ഞാൻ ചിലപ്പോൾ 18-ാം വയസ്സിൽ ആർമി കയറിയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നിൽക്കില്ലായിരുന്നു, അത് അങ്ങനെ പോവായിരുന്നു. ആ ഒരു നമ്മുടെ എന്താ പറയാ, ആ ഒരു പാത്ത് തന്നെ ഡിഫറെന്റ് ആയിപ്പോയാണ്. അപ്പൊ അൾട്ടിമേറ്റ് ആഗ്രഹം ഡിഫൻസ് ജോബ് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ പണ്ടെന്ന് പറയുമ്പോൾ ലൈക്ക് ഐ തിങ്ക് 3-4 മന്ത്സ് മുന്നേ എന്തോ ഞാൻ ഒരു ബുക്ക് വായിച്ചിരുന്നു. അപ്പോൾ ആ ബുക്കിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ഡു എനിത്തിങ് ദാറ്റ് ഡസൻറ്റ് റെപ്രസെൻറ്റ് യു. ബ്രോ പറഞ്ഞ കാര്യങ്ങൾ ഇതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ശരിയാണ്. അപ്പോൾ എന്താണ് അതിനെ പറ്റിയ അഭിപ്രായം? പെട്ടെന്ന് ബ്രോ ആ ഒരു കോട്ടയം അത് പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കാര്യം ശരിയാണ്. നമ്മൾ ഫിറ്റ് ആവാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കാതിരിക്കുകയാണ് എപ്പോഴും. നമുക്ക് കറക്റ്റ് നമ്മൾക്ക് ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ ഹാപ്പി അല്ലാത്തൊരു പരിപാടി നമ്മൾ ചെയ്തിട്ട്, പ്രത്യേകിച്ച് നമുക്കൊരു അത് ചിലപ്പോൾ വലിയ രീതിയിൽ നമുക്കൊരു ഇൻകം കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ പോലും ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും, നമ്മൾ താല്പര്യമില്ലാത്ത കാര്യം. ഇപ്പോൾ പല കമ്പനീസിൻ്റെ സിഇഒയിലൊക്കെ നോക്കുക, സിഇഒസിനൊക്കെ നോക്കുമ്പോൾ അവർ ഹൈലി പെയ്ഡാ, പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഒന്നും ഇവർ ആരും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ പേയ്മെന്റ് അല്ലല്ലോ അവിടെ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കില്ലായിരിക്കാം, നമ്മുടെ താല്പര്യങ്ങളായിരിക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കാതിരിക്കുക തന്നെയാണ്, നമ്മളെ റെപ്രസെന്റ് ചെയ്യാത്തൊരു സ്ഥലത്ത് അത് ചെയ്യാതിരിക്കുക തന്നെയാണ് എൻ്റെ ഒരു. ബ്രോയുടെ സെൻസിൽ എന്താണ് സാറ്റിസ്ഫാക്ഷൻ? ലൈക്ക് what satisfies you? എന്നെ സംബന്ധിച്ചിടത്തോളം റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വരിക എന്നത് തന്നെയാണ് റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനൊരു വേറെ ഫേസ് ചെയ്യാൻ മനസ്സിലാക്കി എന്താ പറഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ഉണ്ടാക്കി, ആ സർവീസിന് നമ്മൾ പല സ്ട്രാറ്റജീസും അതിനെക്കുറിച്ച് കൂടുതലായി ലേൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ട് അതൊരാൾ പർച്ചേസ് ചെയ്യും. ഒരാളൊരു സിംഗിൾ പേഴ്സൺ അത് പർച്ചേസ് ചെയ്തിട്ട്, ബ്രോ അത് കൊള്ളാട്ടോ, നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത സമയത്ത് എനിക്കത് വേർത്ത് കിട്ടിയിട്ടോ, ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഒരു ഹൈ, നമുക്ക് ഭയങ്കര ഹൈ മൊമെന്റ് കിട്ടുന്നത്. ഒരു അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട് ഒരു ഹൈ മൊമെന്റ്സ് കിട്ടുന്നത്. അപ്പം ഒരു വീഡിയോ ചിലപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഔട്ട് ചെയ്തു, ഒരു റീൽ ഔട്ട് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഒരു 10,000 ആളെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു 1 മില്യൺ ആളുകൾ കണ്ട വീഡിയോനേക്കാൾ കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് ചിലപ്പോൾ നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ റെസ്പോൺസ് നമ്മൾ കുറച്ച് ടാർഗറ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം, അതിപ്പോൾ എന്തോ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, എന്തും ആളുകളിലേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ കൊടുക്കുന്നതിന് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നതിലാണ് ഒരു ഹൈ കിട്ടുന്നത്. അതിനൊരു വാല്യൂവിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് പിന്നീട് പൈസ എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം എനിക്ക് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തന്നെയായിരുന്നു കേട്ടോ, കാരണം ഇതില്ല കയ്യിൽ, അപ്പം എങ്ങനെയും ഇത് ഉണ്ടാക്കണമല്ലോ. അപ്പം അത് കാരണം ഹൈ എക്സാക്ട്ലി. അപ്പോൾ പൈസ തന്നെയായിരുന്നു ഹൈ മൊമെന്റ് എന്ന് പറയുന്നത്. പിന്നീട് ആ ഒരു എല്ലാവരും ഞാൻ സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ പറയുന്നതായിട്ട് പൈസ അല്ല അൾട്ടിമേറ്റ്, ശരിയാണ്.
അത് പൈസ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. അതെ. പൈസ ഉണ്ടാവുന്നത് വരെ പൈസ തന്നെയാണ് അൾട്ടിമേറ്റ്. അത് നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഹൈ മൊമെന്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന, നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യം അവർക്ക് അത് അതേപോലെ തന്നെ കൺവേ ആയി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ ആണ്. അത് എന്ത് പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ, വീഡിയോ ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലാണ് എല്ലാത്തിനെയും കാണുന്നത്. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറി പിന്നീട് പൈസ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം ആളുകൾക്ക് വാല്യുബിൾ ആവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഹൈ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ബ്രോ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു ഓതൻറ്റിക് സെൽഫ് കാണിക്കേണ്ടി വരുന്നു ബേസിക്കലി. അത് എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾ ചെയ്യാത്തത്? ഫിയർ ഓഫ് ഫെയിലിയർ ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്തിലേക്കും നമ്മൾ സേഫ് സോണിലേക്ക് ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ എന്തും ബ്രേക്ക് ചെയ്തിട്ട് പോവാന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും ചിലപ്പോൾ ഇപ്പോൾ ഏതൊരു ജോലി സ്ഥാപനത്തിൽ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിലും ഏതൊരു സർക്കിളിനിടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും എല്ലാവരും ബിസിനസ് ഐഡിയാസും കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നതും എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും ഈ ബിസിനസ് ഐഡിയാസും വീഡിയോസ് ചെയ്യണതിനെ പറ്റിയും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ ആരും ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ എല്ലാ സെറ്റപ്പും നമ്മളിപ്പോൾ ഒരു ക്യാമറ, നല്ല മൊബൈൽ, മൈക്ക് ഇതൊക്കെ കൊടുത്തു വിചാരിക്കും. ആണെങ്കിൽ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നോ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും അവരവിടെ അന്ന് വേറെ പരിപാടി ഉണ്ട്, അങ്ങനെയാണ്. കാരണം വെച്ചാൽ ആ കംഫർട്ട് സോണ് ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണല്ലോ, പക്ഷെ അതിലേക്ക് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി ആ സ്റ്റാർട്ടിങ് മാത്രമേ ഭയങ്കര ട്രബിൾ ഉള്ളൂ. ഞാൻ അത് മനസ്സിലാക്കിയുള്ള കാര്യം. അപ്പോൾ ഇറങ്ങാൻ തന്നെ, പക്ഷെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 95% ആളുകളെ കൊണ്ടും പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു 5% ആളുകൾ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കാം, അതിലൊരു 3% ആളുകൾ പകുതിയിൽ നിർത്തും. ഒരു 2 or 1% ആളുകൾ മാത്രമാണ് അതിൽ ത്രൂ ഔട്ട് തുടർന്ന് പോകത്തുള്ളൂ. അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ആളുകൾ പല പുതിയ കാര്യങ്ങളിലേക്കോ ഒന്നിലേക്കൊന്നും നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു പാഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ പോലും അതിലേക്ക് ഇറങ്ങാത്തതായിട്ട് ആ ഒരു റിസ്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാൽ ഇത് കിട്ടും, ചിലപ്പോൾ അപ്പുറത്ത് പോയാൽ അത് കിട്ടില്ല. നമ്മൾ അവിടെ പോയാൽ നമുക്കത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു മൈൻഡ് അല്ലേ. മറ്റേത് ഇവിടെ നമുക്ക് ഗ്യാരണ്ടീഡ് ഒരു കാര്യമുണ്ട്, പുറത്ത് നമുക്ക് അതില്ല. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ബ്രോ പറഞ്ഞതിൻ്റെ ഒരു മറ്റേ അൺഇൻഫോംഡ് ഒപ്റ്റിമിസം, ഇൻഫോംഡ് പെസിമിസം, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് ആക്ച്വലി ഒരു കർവ് കൂട്ടാ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൺഇൻഫോംഡ് ഒപ്റ്റിമിസം, അതായത് ഇറങ്ങിയാൽ നമ്മൾ അങ്ങോട്ട് തകർക്കും പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള ഒപ്റ്റിമിസം. ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച പോലെ അല്ലല്ലോ, ഓരോ ഒബ്സ്റ്റക്കിൾസ് വന്ന് ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ഇത് വിചാരിച്ച അത്ര എളുപ്പമല്ല, കുറച്ച് പണിയാണ്. അതിനാണ് ഇൻഫോംഡ് പെസിമിസം എന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒപ്റ്റിമിസ്റ്റിക്കായി വന്ന് ഇവിടെ വന്ന് നിന്ന് ഇനി ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്ന, ഇനി ചിലപ്പോൾ ഇതിൽ നിന്ന് പിന്നെയും താഴോട്ടേക്കും പോകുന്നത്, അവിടെ നിന്നൊരു ബ്രേക്ക് ത്രൂ വരും. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങളല്ല. അപ്പം നമ്മൾ ഇതുവരെ ഈ ഇൻഫോംഡ് പെസിമിസത്തിൽ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പം അതിനെയാണ് വാല്യൂ ഓഫ് ഡെസ്പെയർ എന്ന് പറയുന്നത്. ഈ ഒരു സാധനത്തിൽ നിന്ന് പഠിച്ച് ബിൽഡ് ചെയ്ത് പിന്നെ ഒന്നൊരു ബ്രേക്ക് ത്രൂ ആണെങ്കിൽ പിന്നെ തിരിഞ്ഞേക്കണം. പക്ഷെ ആ വാല്യൂ ഓഫ് ഡെസ്പെയർ എത്ര നാൾ നിൽക്കുമെന്നോ എന്ന് വരെ ഉണ്ട്, ഒരു പിടിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ബ്രോ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ തന്നെ ഇതിനു വേണ്ടി വർക്കും ചെയ്യണമല്ലോ, അതിനുള്ള വർക്ക് എത്തിക്കില്ല മിക്കവർക്കും സ്വപ്നം കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വർക്ക് എത്തിക്ക് കുറവാണ്. ശരിയാണ്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഇത് ബുർജ് ഖലീഫ മനസ്സിലും നാവുകൊണ്ടൊക്കെ പണിയാ, പക്ഷെ ഭൂമിയിൽ ഇറക്കത്തിരി പണിയാ. ബുർജ് ഖലീഫ വരെ പോകണ്ട, ഒരു വീട് പണിയാൻ തന്നെ പാടാം. എക്സാക്ട്ലി. നമുക്ക് നാവ് കൊണ്ട് എന്തും നമുക്ക് പറയാം, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഇച്ചിരി. ഇപ്പൊ ബ്രോ പറഞ്ഞ ആ ഒരു കാര്യത്തിന് ഇത്രയും ഡീറ്റെയിൽഡ് ടേംസ് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അത് ഡെഫിനറ്റ്ലി എന്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 2500 രൂപ നമ്മുടെ സർവീസിന് 10 ആൾ വാങ്ങി, ആദ്യം പോയി നമ്മളൊരു ബൈക്ക് വാങ്ങുന്നു. ആദ്യത്തെ മാസത്തെ വരുമാനം കൊണ്ടും നമ്മളൊരു ബൈക്ക് വാങ്ങുന്നു, കുറച്ച് പൈസ അവിടെ വെക്കുന്നു, നമ്മൾ അടുത്തേക്ക് ഇതിലേക്ക് വെക്കാം, പിന്നെ അങ്ങനെ. അപ്പൊ അതങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ 10 ആൾ വാങ്ങുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്നാണ് നമ്മളെ ഒരാളെങ്കിലും ആ മൊമെന്റിൽ നമ്മളെത്തും. അപ്പൊ ഇനി നമ്മൾ അവിടെ നിന്ന് ഇതിനെങ്ങനെ ഒരാളെ കൊണ്ട് 100 ആളെ കൊണ്ട് 1000 ആളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ ആ നോളജ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്കൊരു ബ്രേക്ക് ത്രൂ വരും. പക്ഷെ അത് ഭയങ്കര ടഫാണ്. അതായത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരാൾക്ക് ഭയങ്കര ടഫാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര എല്ലാ സൈഡിലും, ഞാൻ ഇപ്പോൾ എക്സൽ ചെയ്ത് നിൽക്കുന്ന എല്ലാ സ്പേസിലും ഞാൻ ആ ഒരു കാര്യം ഫേസ് ചെയ്തിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാരും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് Actually നിൽക്കുന്ന വരുന്നുണ്ട്. എല്ലാരും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പം ഓരോരുത്തരുടെ പെയിൻ ടോളറൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം എല്ലാവർക്കും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ചിലർക്ക് അത് ഭയങ്കര പെയിനും, ചിലർക്ക് ഭയങ്കര പിടി, ചിലർക്ക് ഇറ്റ്സ് നത്തിങ്. സോ അത് ഓരോരുത്തരുടെ ടോളറൻസ് ലെവലും ബേസ് ചെയ്തിരിക്കുമെന്ന് കൂടെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഈ ഓരോ അവസരം വരുമ്പോൾ ബ്രോ പറഞ്ഞില്ലേ, ചിലത് അല്ല ഇതല്ല എൻ്റെ പാത്ത്, എൻ്റെ വേറെയാണ് എൻ്റെ പാത്ത് എന്നൊന്ന് അങ്ങനെ ലൈക്ക് തോന്നാൻ, അതായത് ഒരാൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുറകെ പോവുകയാണെങ്കിൽ അത് അയാൾക്ക് പറ്റിയതല്ല എന്നത് മനസ്സിലാക്കി ചേരുന്ന സയൻസ് എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം കേട്ടോ. അതില് എല്ലാ കാര്യം മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇപ്പൊ ഞാൻ ആദ്യം ആർമി എന്നുള്ളൊരു സ്വപ്നം കണ്ടു. ഞാൻ അതിൽ എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോയി, എക്സാമിന് ട്രെയിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതെനിക്ക് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് എനിക്കൊരു 7-8 വർഷം എടുത്തപ്പോൾ മനസ്സിലായി. അതെന്താ വെച്ചാൽ എൻ്റെ റൈറ്റ് ഏജ് എത്തിയത് ഒരു 17-18 വയസ്സിലായിരുന്നു നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ നമ്മൾ അതിൻ്റെ ബാക്ക് എൻഡിലുള്ള പരിപാടികൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് നോക്കി. പിന്നെ കൊണ്ട് വർക്ക് ആവില്ല എന്നൊരു 3.5 വർഷം കൊണ്ട് എനിക്ക് റിയലി മനസ്സിലായി. അതൊരു 17.5 വയസ്സ് മുതൽ ഒരു 19-20 വയസ്സിലേക്ക് കടന്നപ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലായി ഇതെനിക്ക് പറ്റുന്ന പരിപാടി അല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാവുന്ന സമയത്ത് ക്വിറ്റ് ചെയ്യാന്ന് ചില ആളുകൾ ക്വിറ്റ് ചെയ്യില്ല. അത് നമ്മൾ ആ വാശിപ്പുറത്തും ഈഗോന്റെ പുറത്തും എന്ത് ചെയ്യും അങ്ങനെയൊക്കെ. അതിലിടയ്ക്ക് എവിടെയോ ഒരു കോട്ട് വായിച്ചിട്ടില്ല കേട്ടോ, കോട്ട് അത് റീൽ എവിടെയോ കേട്ടതാണ്. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മളൊരു തെറ്റായ ട്രെയിനിലാണ് കയറുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള കോസ്റ്റ് കുറവായിരിക്കും എന്നുള്ളത്. അത് സംഭവം ശരിയാണ്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ ദൂരം ഒരു കാര്യം ശരിയല്ല എന്ന് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പോകുന്ന റോങ് ട്രെയിനിലാണെന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ചെയിൻ വലിച്ചെങ്കിലും ഇറങ്ങി ഓടുക എന്നുള്ളതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫോക്കസ്ഡ് ആവും. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്വപ്നം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വന്നു, അതിൽ നമുക്ക് അധികം ഇമ്പാക്റ്റ് ആയത് വലിയ ഹാം ആവാത്ത രീതിയിൽ എന്ത് ചെയ്യാം, അതിന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു ബിസിനസ് ഐഡിയ വന്നു വിചാരിക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മൾ ആ ബിസിനസ്സിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു സ്പേസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഐഡിയ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അത് മനസ്സിലാക്കാം, അതിൻ്റെ വർത്ത് മനസ്സിലാക്കാനും നമുക്ക് അതിനുള്ള സ്പേസ് മനസ്സിലാക്കാനും എളുപ്പമാണ്. ഇപ്പം എന്തോ ഇപ്പം പല ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ Day 1 ബിൽഡിംഗ് ഓഫ് ദിസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നില്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു 50-60 ദിവസത്തിൽ എത്തി വരുമെന്ന് വിചാരിക്കാം. പർച്ചേസിനെ പറ്റി മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, ഓഡിയൻസിനെ പറ്റി ഇൻട്രസ്റ്റഡ് ആവുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇവരിപ്പോൾ അതിന്റെ പ്രീ സെയിൽസ് ആയിട്ട് ഞാനൊരു 1000 പീസ് മാത്രം ഞാൻ ആദ്യം ഇന്ന ഡേറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ളത് ഇവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ടോ റീലായിട്ടോ കുറച്ച് ദിവസം പ്രൊമോട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് 1000 പേരെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ നീ എന്തോ 1000 പേര് പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് പോലും ഇത് പർച്ചേസ് ചെയ്യാൻ ആളുകളില്ല എന്നുള്ളത് അവർക്ക് 0 കോസ്റ്റിൽ മനസ്സിലായി. ഒരു 60-70 ദിവസത്തെ എഫേർട്ടാണ് അവർക്ക് അവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ 0 കോസ്റ്റിൽ അവർക്ക് അധികം ഹാം ആയില്ല. അതിനു മുമ്പേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഈ കാര്യം എന്നെ കൊണ്ട് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ ഇത് പോസിബിൾ ആണോ, ഇനി ഇത് പോസിബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഈ കാര്യങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സിമ്പിളാണ്. എന്തൊരു കാര്യത്തിനെയും ഒരു ഡ്രീം ഉണ്ടെന്നോ പാഷൻ, ഇപ്പോൾ ഇവന്തോ സിനിമയിൽ എത്തിപ്പെടാന്ന് പോലും ഒരുപാട് പേരുടെ പാഷനാണ്. ഇപ്പോൾ ചെറിയ പിള്ളേർ ഒരു 17-18 വയസ്സുള്ള പിള്ളേർ പോലും 25ാമത്തെ വയസ്സിൽ ഞാനൊരു സ്റ്റാർ ആവും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുതലേ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് സിനിമയിൽ നിന്ന് കോൾ വരുന്നു. അതിൻ്റെ കൂടെ അവർക്ക് പണ്ട് നല്ല ഓഡീഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്ത് നമുക്ക് പാഷൻ ഉണ്ടെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളൊരു സമയം എടുക്കുക. അത് നമ്മളെ കൊണ്ട് പറ്റും. ഇപ്പോൾ ഇന്നൊരു ഐഡിയ തോന്നി, ഇന്നിനോട് പോയി ചാടി ചെയ്യാതെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതേ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ചിലവ് വരാത്ത രീതിയിൽ, അതായത് നമ്മളെ എഫക്റ്റ് ആവാത്ത രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രയൽ ആൻഡ് എറർ എന്നുള്ളതാണ് ഞാൻ ഇവിടം വരെ എത്തിയതിലെല്ലാം ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ള എല്ലാ പരിപാടിയും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഒരു സമയത്തും എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നത്, എനിക്കത് എന്നെക്കൊണ്ട് പോസിബിൾ അല്ലാന്ന് അതിൻ്റെ റിയൽ ഇതിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാകുമ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്യും. അതെപ്പോഴും എനിക്ക് അങ്ങനെ ഹാമായിട്ടുമില്ല. കാരണം ഞാൻ അതിനെ എത്രയും പൈസയും കാര്യങ്ങളും ചുരുക്കിയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, അതിലാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ. അല്ല ഞാൻ ആദ്യമേ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ Redmi 5 തുടങ്ങുന്നത്. എത്രയോ പേര് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഐഫോൺ ഇല്ല, എൻ്റെ കയ്യിൽ മറ്റേ ഹോളി ലാൻഡിന്റെ മൈക്കില്ല, അങ്ങനത്തെ ക്യാമറ ഇല്ല, ലൈറ്റിംഗ് സെറ്റപ്പ് ഇല്ല, സ്റ്റുഡിയോ ഇല്ല,
അതുപോലെ തന്നെ ഹോളി ലാൻഡിന്റെ മൈക്കില്ല, വയർലെസ് മൈക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര് ഇത് തുടങ്ങാതിരിക്കുന്നുണ്ട്. ഞാൻ അന്ന് എൻ്റെ കയ്യിൽ റെഡ്മി 5 ഉള്ളൂ, ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇപ്പോൾ iPhone 15 ഉണ്ട്, നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അത് ചിലപ്പോൾ തുടക്കത്തിൽ ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് വെച്ചിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് അധികം ഹാം ആവാത്ത രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ചെറിയ ഏജിൽ തന്നെ നമുക്ക് സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് മനസ്സിലാവും അത് ഏതൊക്കെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പല ബിസിനസ്സുകളും, ഇപ്പോൾ പല സക്സസ്ഫുൾ ബിസിനസ്സുകളും അവർ പല പ്രൊഡക്റ്റുകൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യും. അവർക്കത് മനസ്സിലാവും അത് അവർക്ക് വർത്തല്ല എന്നുള്ള സമയത്ത് അവർ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും ടോപ്പ് പ്രൊഡക്റ്റ് അപ്പോഴും ടോപ്പ് സെല്ലിംഗ് ആയതുകൊണ്ട് ഇവരുടെ ഷട്ട് ഡൗൺ ആവുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അവർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്, ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്, എറർ വരുന്ന സമയത്ത് അവർ ക്വിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഫേമുകൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതേ സിനാരിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ഐഡന്റിഫൈ ചെയ്യാം. അല്ലാതെ നമ്മൾ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് ഒരു പാഷൻ തിരഞ്ഞെടുത്ത് അതിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്തു നോക്കുക, ചെയ്താലേ നമുക്ക് അറിയുള്ളൂ എന്തൊക്കെയാണ് കാര്യങ്ങൾ. ട്രൈ. അതെ, ട്രൈ. പിന്നെ എറർ വരുന്ന സമയത്ത് ക്വിറ്റ് ചെയ്യാം, മാറി ചിന്തിക്കാം. ഇനി ക്വിറ്റ് ചെയ്യാതെ തന്നെ അതിനെങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിൽ പോസിബിൾ ആയ ആളുകളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക, അവരടുത്ത് സംസാരിക്കുക, എങ്ങനെ നമുക്ക് ആ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് റിയലി ആ പൊസിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക, അങ്ങനെ പോവാം. ഓക്കെ. അപ്പം ബിസിനസ് വരുത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരം, അത് ഓർത്താ ചിരി വരുന്ന കാര്യം എന്തായിരിക്കും? ബിസിനസ്സിൽ വരുത്തിയ മണ്ടത്തരം അതോ എനിക്കങ്ങനെ ബിസിനസ്സിൽ അങ്ങനെ മണ്ടത്തരങ്ങൾ സംഭവിച്ചിട്ടില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ അങ്ങനെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എവിടെയോ ഞാൻ എന്തൊരു കാര്യത്തിനും ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എവിടേക്കോ മണ്ടത്തരങ്ങൾ ആവേണ്ടിയിരുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും എന്തോ ഭാഗ്യം കൊണ്ടാവാം അതൊന്നും നടന്നിട്ടില്ല. എനിക്ക് കുറെ ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ ബിസിനസ് സംബന്ധമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോയത്. പക്ഷെ അത് എൻ്റെ ഒരു മണ്ടത്തരം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഇതിൽ ഞാൻ കുറച്ചും കൂടി ഡിലേ ആയതിൽ ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം വെച്ചാൽ ഭയങ്കര പെർഫെക്ഷനിസം ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് അതിൽ ആ ഒരു കാര്യത്തിലാണ് എനിക്കൊരു മണ്ടത്തരം ഫീൽ ചെയ്യും. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ ആദ്യം ഒരു ബിസിനസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ട് ആദ്യം ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം, പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാം, ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ നമ്മൾ ഇതിന് കിട്ടുന്നതൊക്കെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത വാല്യൂ കൊണ്ടല്ല തോന്നുന്നു, ഞാൻ എൻ്റെ റിയൽ ടൈം എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത്. ആ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് എന്തൊക്കെയോ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ട്രെയിനിങ്ങിൽ പോയില്ലായിരുന്നെങ്കിലും ഡെഫിനറ്റ്ലി എത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജേർണി കൊണ്ടുപോയി. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ചില സമയത്തൊക്കെ കാണുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ഒരു സീരീസ് ഒക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്യും, ഒരു 60 ദിവസത്തേക്കുള്ള കണ്ടന്റ് പ്ലാൻ ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടത്തില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു പെർഫെക്ഷനിസം എനിക്കൊരു മണ്ടത്തരമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒരു മണ്ടത്തരം ചെയ്തതിൻ്റെ പുറത്ത് ഒരുപാട് പൈസകൾ നഷ്ടപ്പെടുക, അങ്ങനത്തെ ഒരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അയ്യേ ചെയ്യേണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്തോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പേടി ഉണ്ടായിരുന്നു ഉള്ളിനുള്ളിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വീണാൽ കൊത്തിപ്പറിക്കാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ ഞാൻ ബിസിനസ്സിൽ ഫെയിലിയർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ട് വേണം ഇന്നെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പ്ലേസ്ഡ് ആക്കാൻ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് വീട്ടുകാരല്ല, ഇപ്പം അച്ഛനും മമ്മിയും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അവർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറച്ച് ആളുകളില്ലേ, അവരൊക്കെ നമ്മൾ എവിടെയെങ്കിലും വീഴാൻ കാത്തിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് അച്ഛനും മമ്മീനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കൺവിൻസ് ചെയ്യണം, പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കോൺഷ്യസ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഹാമാവാത്ത രീതിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് അധികം അപകടം പറ്റാത്ത രീതിയിലെല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ അതിൽ അപകടത്തിന്റെ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് വഴി തിരിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതുവരെ റിയലി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതൊരു മണ്ടത്തരം, ഈ പെർഫെക്ഷനിസം ആണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മണ്ടത്തരം. ഹസൽ കൾച്ചറിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹസിൽ കൾച്ചർ ചിലപ്പോൾ ഒരു ഹസിൽ കൊണ്ട് മാത്രം എവിടെ എത്തില്ല, അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം. പണ്ട് ഞാൻ ഇങ്ങനെ ഈ ഹസിൽ കൾച്ചറിലില്ലേ ഒരു നെഗറ്റീവ് ഉണ്ട് എപ്പോഴും. അത് വെച്ചാൽ ആളുകൾ ഭയങ്കരമായിട്ട് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിൽക്കുന്ന ഒരു സംഭവമാണ് ഹസിൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഹാർഡ് ഹസിലേഴ്സ് എന്നാണ് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ഇപ്പോഴും തന്നെയാണ് നെയിം. അതിൽ ഏകദേശം 24,000 ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ഹസിൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഒരു റോങ് സൈഡിൽ ഹസിൽ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരാൾ ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസ് ചെയറിൽ ഇരിക്കും. അതായത് നമ്മളിപ്പം നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കും. എന്നിട്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും. പക്ഷെ അതിൻ്റെ റിയൽ പ്രൊഡക്റ്റീവ് ടൈം നോക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂർ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ റീൽസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡേ ഡ്രീമിങ് ചെയ്തിട്ടോ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഹസിൽ കൾച്ചർ ഡെഫിനറ്റ്ലി വേണം.
അത്രയും നമ്മൾ അധ്വാനിക്കണം, അത്രയും ഓടി നടന്ന് നമ്മൾ പണിയെടുക്കണം, ഇതൊക്കെ നമുക്ക് നിർബന്ധമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരു റിയൽ ഹസിലിലേക്ക് മാറണം. അത് ഹസിലാണെന്ന് പറഞ്ഞിട്ട് ഹസിൽ കൾച്ചറിൽ എന്തെങ്കിലും ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഹസിൽ ചെയ്തുകൊണ്ടിരിക്കുക അത് സ്വയം ഇങ്ങനെ പറയാതെ റിയൽ ഹസിൽ കൾച്ചറിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു 4 to 5 hours ഡീപ്പ് വർക്ക് ഒരു ഡേ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു 3-4 ദിവസം ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഒരു ഡീപ്പ് ഫോക്കസ്ഡ് വർക്ക് നമുക്കൊരു 4-5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഹസിൽ കൾച്ചറിനെ അങ്ങനെ ഹസിൽ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അങ്ങനത്തെ ഒരു ഹസിൽ കൾച്ചറിൽ. ഇപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യം പാർക്കിൻസൺസ് ലോ എന്ന് പറയും. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു കാര്യം പോസിബിൾ ആവുന്ന കാര്യത്തിന് നമ്മളൊരു ക്രൂഷ്യൽ ഡെഡ് ലൈൻ ആയിട്ട് ഒരു 30 ദിവസം കൊടുക്കുക. ആ ഒരു വർഷം എടുക്കേണ്ട പണി നമ്മൾ ഈ 30 ദിവസം എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഹൈ ഹസിൽ നമ്മൾ കൊണ്ടുവരണം. ആ ഒരു വർഷം എടുക്കേണ്ട സ്ട്രഗിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു വലിയ എക്സാമ്പിളാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് പരിപാടിയില്ലേ, ഞാൻ അതിൻ്റെ ഒരു വ്യൂവർ അല്ല, പക്ഷെ ആ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 ദിവസം കൊണ്ടാണ് ഒരു പേഴ്സന്റെ ഫെയിമിന്റെ ഗ്രാഫ് അങ്ങ് വളരുന്നത്. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, ഒരു ആക്ടർ ആയിക്കോട്ടെ, ഒരു ഇപ്പോൾ ബ്രോനെ പോലെ ഒരു പോഡ്കാസ്റ്റർ ആയിക്കോട്ടെ, ഇപ്പോൾ അപ്പോൾ അല്ല ബിഗ് ബോസിന്റെ കാര്യമല്ല ബ്രോ, ഇപ്പം ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ആക്ടറോ അവരൊരു ജേർണി 6-7-10 വർഷമൊക്കെ എടുത്തിട്ടാണ് അവർ അതിലൊരു ഈ ബിഗ് ബോസിന്റെ ഒരു പേഴ്സൺ ഉണ്ടാക്കുന്ന അത്രയും ഫാമിലി ഓഡിയൻസും ആളുകളും അറിയപ്പെടുന്ന ഒരു ഫെയിമിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്ററോ ഒക്കെ ഒരു 1 year, 10 year, 15 year ഒക്കെ എടുത്തിട്ടാണ് അവർ അവിടേക്ക് എത്തുന്നത്. പക്ഷെ ഒരു ബിഗ് ബോസിൽ പോകുന്ന പേഴ്സൺ 100 ദിവസം കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഫെയിം ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിഗ് ബോസിന്റെ 100 ഞാൻ മോഹൻലാലിനെ ഒരു സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ അതിൽ ആങ്കർ ചെയ്യുന്ന സമയത്ത് എവിടെ ഒരു ക്ലിപ്പ് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഫെയിമും പൈസയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിലൊരു 100 ദിവസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും അധ്വാനിക്കാൻ നിങ്ങൾ ഇതിലുണ്ട്, അത്രയും മെന്റൽ പ്രഷർ അനുഭവിക്കാനുണ്ട്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഹസിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഹസിൽ കൾച്ചർ ഞാൻ എപ്പോഴും അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് റിയൽ ഹസിലായിരിക്കണം. ഒരു ഫേക്ക് ഹസിലും ഇതിന്റെ ഷാഡോ ആയിട്ട് അത് റിയൽ ഹസിലാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കി പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊരു ഫേക്ക് ഹസിലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഹസിൽ കൾച്ചറിനെ ഞാൻ എപ്പോഴും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിലൊരു ഫേക്ക് ഹസിലും ഉണ്ട്, ഒരു റിയൽ ഹസിലും ഉണ്ട്. അപ്പോൾ റിയലി അധ്വാനിക്കുന്ന അത്രയും നമ്മൾ ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് നേടണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഓടുന്ന ആളുകളുടെ ഹസിൽ ഡെഫിനറ്റ്ലി വേണം. ആ ഒരു കൾച്ചറും ഉണ്ടാവണം. റിയൽ ഹസിൽ കൾച്ചറിന് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത്? പോരായ്മകൾ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഓടുന്ന സമയത്ത് സാക്രിഫൈസുകൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഫാമിലി ആയിക്കോട്ടെ, ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ എത്രയൊക്കെ നമ്മൾ ഓടിയാലും, ഇപ്പം ഞാൻ എൻ്റെ യങ് ഏജിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പാർട്ടി പരിപാടി കാര്യങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റ് സിനിമ കാര്യങ്ങളൊക്കെ ആയി പോകുന്ന സമയത്ത് ഞാൻ ആ ഷോർട്ട് ടൈം പീരീഡിൽ നിറയെ രീതിയിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാക്രിഫൈസ് നമുക്ക് ഒരിക്കലും ഇപ്പം 30ാമത്തെ വയസ്സിൽ എനിക്ക് ചിലപ്പോൾ ഒരു ഫെറാറി ഓടിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ 20ാമത്തെ വയസ്സിൽ ഞാനൊരു 150 രൂപ മുടക്കിയിട്ട് കാണേണ്ട ഒരു സിനിമയോ അന്നത്തെ ഒരു എൻജോയ്മെന്റും എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. അതൊരു ഈ ഹസിൽ കൾച്ചറിന്റെ ഒരു സൈഡിലൂടെ നഷ്ടപ്പെടുന്നതാണ്. പക്ഷെ എപ്പോഴും ആ ഹസിലിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നഷ്ടങ്ങളും അതിന്റെ നെഗറ്റീവ് സൈഡുകളും ഒരു പ്രശ്നമല്ല എന്നാണ് ഒരു ഹസിൽ ചെയ്ത് അതിൽ നിന്ന് ഇപ്പോഴും സ്റ്റിൽ ഹസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ വരുന്ന നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. റിയൽ ഹസിൽ വരുന്ന നഷ്ടങ്ങളൊന്നും നമുക്ക് നഷ്ടങ്ങളല്ല. അതൊക്കെ നമുക്കൊരു വേറെ കൈൻഡ് ഓഫ് നേട്ടങ്ങളായി മാറും ഒരു സമയം എത്തുമ്പോൾ. പക്ഷെ അത് അപ്പം മനസ്സിലാവില്ല. അതിൽ നമ്മൾ വിശ്വസിക്കണം, ആ ഹസിലിൽ വിശ്വസിക്കണം, നമ്മൾ ചെയ്യുന്ന ഡയറക്ഷൻ കറക്റ്റ് ആവണം. എന്നാലാണ് ആ ഹസിൽ കൾച്ചറിൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവും ഇല്ല. നമ്മൾ റിയൽ ഹസിലിൽ ഒരു നെഗറ്റീവും എനിക്കില്ല. അതിലത്തെ നഷ്ടങ്ങളെ നോക്കണ്ട, നമ്മൾ ഹസിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും. അതിനായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരുപാട് പേര് എനിക്കൊരു നെഗറ്റീവ് ഭയങ്കര അഭിപ്രായം ഉണ്ട് അതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്താ, 30ാമത്തെ വയസ്സിൽ ഫിനാൻഷ്യലി ഫ്രീ എന്നൊക്കെ പറയാം. നമ്മൾ 30 വരെ ജീവിച്ചിരിക്കുന്ന പോലും ഉറപ്പില്ല. കാരണം എൻ്റെ പപ്പ എനിക്ക് പോയപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ഞാൻ സക്സസ്ഫുൾ ആയി അതിട്ട് പപ്പ ഇത് കാണണം, എൻ്റെ പപ്പ റെസ്റ്റ് എടുക്കരുത്, എന്നിട്ട് he should feel proud that my son takes care of anything. പക്ഷെ അതെനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് പറ്റിയൊരു കാര്യം, പപ്പയ്ക്ക് വയ്യാതെ വന്നപ്പോൾ എനിക്ക് നോക്കാൻ പറ്റി. അപ്പം ഞാൻ ഈ ഹസിൽ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഹസിൽ ചെയ്ത് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആളുകളുടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡും കാര്യങ്ങളും ഒക്കെയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ഒരു എസ്കേപ്പ് റൂട്ടായിരുന്നു ഈ ഹസിൽ. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണോന്ന് അറിയത്തില്ല, അലക്സ് ഹോർമോസിയുടെ ഒക്കെ ചൈൽഡ്ഹുഡൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ ബുക്ക് വായിച്ചത്. അപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ
ആണ് അവർ അങ്ങനെ ആയി മാറിയത്. അതൊരു ലവിങ് ഫാമിലി ഉള്ള ഒരാൾക്ക് അത്രയും മോട്ടിവേഷൻ ഉണ്ടാവില്ല. ശരിയാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എല്ലാവരും ഇപ്പം 9 to 5 ഒക്കെ ഒന്നും ഞാൻ അധികം കുറ്റം പറയാം. പക്ഷെ അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച്. ഇപ്പോൾ അതില് അവരുടെ ഞാൻ ഒന്ന് ഇന്ററാക്ട് ചെയ്തോട്ടെ. ആ. ഈ 9 to 5 കേസ് ഇപ്പോ അതും കൂടുതൽ ഇപ്പൊ സെല് ചെയ്യപ്പെടുന്നു. 9 to 5 ഒരു സ്കാം ആണെന്നാണ് ആളുകൾ പറയുന്നത്. ആ. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എനിക്കൊരു മാസം 20,000 25,000 രൂപ കിട്ടിയിട്ട് എനിക്ക് നോർമലി EMI ഒക്കെ അടച്ച് എനിക്കൊരു 50-60 വർഷം നോർമൽ ലൈഫ് ജീവിച്ച് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു റിസ്ക് എടുക്കണം? അപ്പൊ എനിക്കത് മതി. 20,000 25,000 പോട്ടെ, 15,000 രൂപയിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ആണ് ആക്ച്വലി ഇതിൽ ഇരിക്കുന്നത്. അതെ. അപ്പൊ എനിക്ക് ഒരിക്കലും ഇപ്പൊ ബ്രോനോട് എനിക്ക് പറയാൻ പറ്റില്ല, ബ്രോ ചെയ്യുന്ന പരിപാടി ശരിയല്ല, ബ്രോ ഇത്ര രീതിയിലേക്ക് വരുമാനത്തിലേക്ക് എത്തണം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പൊ എന്റെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അതെ. അപ്പോൾ എനിക്ക് 9 to 5 ഓക്കെ അല്ല, പക്ഷെ മറ്റൊരാൾക്ക് ഓക്കെ ആണെങ്കിൽ അവൻ അതിൽ തുടരണം. ചെയ്തോട്ടെ. പണ്ട് പക്ഷെ എനിക്ക് ഈ മൈൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 9 to 5 എന്നൊക്കെ പറയണം, അവനൊക്കെ എങ്ങനെ സാറ്റിസ്ഫൈ ആവുന്നത്, അവനൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്, എനിക്കുണ്ടായിരുന്നു. ആ ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ടൈപ്പ്, ഇപ്പോൾ നേരത്തെ ബ്രോ മുമ്പ് ചോദിച്ചൊരു ചോദ്യം, പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്ന ഒരു സൈഡിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആ പേഴ്സൺ അത് റിയലി നീഡ് ഉണ്ടോ, അത് അവൻ ആ ഹസിലും ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിക്കേണ്ട ആവശ്യം അവനുണ്ടോ? അവനൊരു സേഫ് ആയിട്ടൊരു കംഫർട്ട് സോണിൽ ജോബ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം? ഈ കാണുന്നവൻ എന്താ പിന്നീട് പ്രശ്നം? അപ്പൊ നമുക്ക് ഇപ്പം ഇതിൽ ഈ 9 to 5 എവിടെയാ പ്രശ്നം പറ്റുന്ന പറഞ്ഞാൽ, എനിക്കൊരു മാസം 1 കോടി രൂപ ഏൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞാനൊരു 15,000 രൂപയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നവന് ഈ 9 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ്. പക്ഷെ 15,000 20,000 രൂപയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റോളിംഗ് ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവരുടെ ആ കംഫർട്ട് സോണിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, അതിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹസിൽ കൾച്ചറിൽ അതും ഈ ഒരു ഒരു കാര്യമാണ്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കാറില്ല എന്നുള്ളതിൻ്റെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എത്ര നാൾ ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഞാൻ അടുത്ത 30ാമത്തെ വയസ്സിൽ ഞാൻ ഇതാകും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നവൻ 25ാമത്തെ വയസ്സിൽ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷെ അതിൽ വേറൊരു ചോദ്യം ഉണ്ട്, ആ 30 വയസ്സ് വരെ ജീവിച്ചിരുന്നാലോ? അല്ല, അവിടെ വരെ ജീവിച്ചെന്ന ഹസിൽ ചെയ്തോ, പക്ഷേ സംടൈംസ് എൻജോയ് ദ മൊമെന്റ്. എക്സാക്ട്ലി. അതായത് എപ്പോഴും ഞാൻ 30 വയസ്സിനെ വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, ഐ എം നോട്ട് ലിവിങ് ഇൻ ദ പ്രസന്റ്, ഐ എം ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ. വെൻ യു ലിവ് ഇൻ ദ ഫ്യൂച്ചർ യു ഗെറ്റ് ആങ്ഷ്യസ്. ആങ്ഷ്യസ് ആകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പൈസ? മനസ്സമാനം ഇല്ലെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, 30 വയസ്സ് വരെ ജീവിക്കുന്ന അത് ആ സ്വപ്നം വെച്ച് പോയിക്കോ, പക്ഷേ ജീവിക്കാൻ മറക്കരുത്. ഇപ്പോഴത്തെ ഈ നിമിഷം ലിവ് ദിസ് മൊമെന്റ്. എക്സാക്ട്ലി. അത് പക്ഷെ ഹസിൽ കൾച്ചറിൽ, പ്രത്യേകിച്ച് ഈ ഹസിൽ കൾച്ചർ ഇങ്ങനെയുള്ള കോഴ്സ് വിൽക്കുന്നവരാണ് ഭയങ്കരമായിട്ട് അത് മോശമാണ്, ഇത് നടക്കാതെ നിങ്ങൾക്ക് ഡു യു വോണ്ട് ടു റീച്ച് ദ ടോപ്പ് ഓർ നോട്ട്? അത് അണ്ടർടേക്കിന്റെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കാണാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്, ഇഷ്ടമാണ്. പക്ഷെ പുള്ളി പറയുന്ന ഈ ചില കാര്യങ്ങൾ മാത്രമല്ല, ലൈക്ക് സംഭവം ശരിയാ. അവരുടെ ഫാമിലി ലൈഫ് പോലല്ല നമ്മുടെ ഫാമിലി ലൈഫ്. അവർ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ ഡിവോഴ്സ്ഡ് ആണ്, അങ്ങനെയൊക്കെ ട്രോമന്റെ സംഭവം ഉണ്ട്. നമുക്കതൊന്നും ഇല്ലാത്ത നമുക്കത് പറ്റത്തില്ല. എനിക്ക് പക്ഷെ ഇതിൽ ഈ ഒരു ട്രോമന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഇതിൽ ഒരു എക്സൽ ഉണ്ടായ, ഒരു ബൂമിങ് ഉണ്ടായ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രീവിയസ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്ന സമയത്ത് ആ ട്രോമയിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. അത് ആ ട്രോമയിൽ, കാരണം നമുക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ ഒരുപാട് ട്രോമയും കാര്യങ്ങളും, അത് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് ട്രോമകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പക്ഷെ എന്നാലും നമുക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും, നമുക്ക് എത്ര ടോക്സിക് ആണ് പല കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും, ആ പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ടാവും. അതിപ്പോൾ എത്ര അതിപ്പോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ട്രോമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുറത്ത് കടക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു അടുത്ത് എന്ത് ചെയ്യും, കാരണം എനിക്ക് സ്റ്റക്കായി നിൽക്കാൻ പറ്റില്ല, കാരണം ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു നമ്മളാണ് ഒരു ഏക ഹോപ്പ് അവരുടെ. അപ്പൊ ഞാൻ ഒരു സിംഗിൾ ഹോപ്പിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ആ സിറ്റുവേഷനിൽ എനിക്ക് അവരെ മറന്ന് ഞാൻ പ്രേമിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് പോയി കെട്ടിത്തൂങ്ങി ആടാനോ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിന് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. പെയിൻഫുൾ ആണ്, നമുക്ക് ബ്ലീഡ് ചെയ്യും, പക്ഷെ നമ്മൾ അതിന് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു കാര്യം, അവിടെയാണ് ഞാൻ ഈ ഹസിൽ കൾച്ചർ കൊണ്ടുവന്നത്. എൻ്റെ ഹൈ ഹസിൽ ഞാൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബ്രേക്ക് വന്ന സമയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് ഈ
കാര്യം മറക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ രാവിലെ അങ്ങ് നീച്ചാൽ ഫുൾ ഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് കംപ്ലീറ്റ്, അതായത് ഓരോ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് ഈ ടൈമിലൊക്കെ ചെയ്യേണ്ട എന്താണുള്ളത് കൃത്യമായി എഴുതി വെക്കും. ആ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. അത് ഏതെങ്കിലും ഒരു ടൈമിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്നെ പണിഷ് ചെയ്യും. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഹസിൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ടയേർഡായിട്ട് ബെഡിൽ ചെന്ന് കിടക്കുമ്പോഴേക്കും ഉറങ്ങണം. അല്ലെങ്കിൽ നമ്മൾ കിടന്നാലാണ് ഇതൊക്കെ ചിന്തിക്കുക. അപ്പൊ ഈ ചിന്ത ഒന്ന് വരാനേ വേണം. നമ്മൾ ആ ബെഡിൽ ചെന്ന് എത്തുന്നത് എന്തിനായിരിക്കണം, ഉറങ്ങാന്നുള്ള മൈൻഡിലാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ടയേർഡായിട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഓർത്തിരുന്ന് കരയാം. പക്ഷെ ഒരു കാര്യമില്ല, ഇവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെന്താവും, ഇവർ വേറെ പല പല വഴിയിലേക്ക് പോയിട്ടുണ്ടാകും. നമ്മൾ അപ്പോഴും ഇതിലിരുന്ന് സ്റ്റക്ക് ആവുക മാത്രമേ ഉള്ളൂ. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ ഒരു ഹസിൽ എന്നെ ഡെഫിനറ്റ്ലി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട്. ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ആ സക്സസ്ഫുൾ ആയപ്പോൾ അലക്സ് ഹോമോസി ആയിക്കോട്ടെ, ആൻഡ്രൂ ടേറ്റ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇപ്പോൾ ആൻഡ്രൂ ടേറ്റ് ഒക്കെ 24-ാമത്തെ വയസ്സിലൊക്കെ ആള് അത്യാവശ്യം എന്താ പറയുക ഡെപ്റ്റ് ഒക്കെ വന്ന് മൊത്തം പോയതാണ്. എന്നിട്ട് ആളൊരു 30 ഒക്കെ ആകുമ്പോഴേക്കാണ് വളർന്നു വന്നത്. അപ്പോൾ അവർക്കൊന്നും ഫീഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫീഡ് ചെയ്യാനും ആരില്ല. നമുക്കൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വലിയ ബ്രേക്കും വന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന സമയത്ത് ഹസിൽ ചെയ്തേ പറ്റൂ. അല്ല, ഹസിലല്ലാതെ എനിക്ക് പുറത്ത് കിടക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെന്ന് പറഞ്ഞ് നമുക്കൊരു കംഫർട്ട് സോണിൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാനൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതിപ്പം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിടാന്ന് പറയുന്ന സമയത്ത് ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാനുള്ള ഒരു ഫ്രണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ചെന്നാൽ നമ്മളെ കളിയാക്കോ, എന്തൊക്കെയായിരുന്നു തുടങ്ങിയ സമയത്ത്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കളിയാക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ കളിയാക്കൽ പരിപാടി കിട്ടുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാം, നമ്മൾ ആരടുത്ത് പറയാതെ അങ്ങ് ഹസിൽ ചെയ്യുക. ആ ഹസിൽ കൊണ്ടാണ് എനിക്കതൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ട്രോമ ഇല്ലാത്ത കംഫർട്ട് സോണിൽ ഇരുന്ന് എല്ലാം ഫീഡ് ചെയ്ത് കിട്ടുന്ന ഒരാൾക്ക് ആ ഹസിൽ കൾച്ചർ ഒന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ട്രോമ ഇല്ലാത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിയാണ്, എല്ലാരും പറയും. പക്ഷെ പല ആളുകളും പറയുന്ന വെച്ചോ ഇവരിപ്പോ സക്സസ് ആയ വന്ന് ഇങ്ങനത്തെ കുറെ കഥ പറയും. പക്ഷെ ഡെഫിനറ്റ്ലി കഥകൾ ഉണ്ടായതുകൊണ്ടാണ് ഇവരൊക്കെ സക്സസ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതിൽ നമുക്ക് വേണേ അതെന്ത് ചെയ്യാം, അത് കള്ളമാണെന്നൊക്കെ വേണേ വിചാരിക്കാം. പക്ഷെ അതേ ഫേസിലൂടെ കടന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അവർ ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മളും ചിന്തിച്ചു പോകുന്നത് മനസ്സിലാവും. കാരണം പ്രത്യേകിച്ച് ബ്രോ പറഞ്ഞ ഒന്ന് ഇവിടെ ഹാർട്ട് ബ്രേക്ക്, ഒന്ന് നമ്മൾക്ക് കരയണമെന്ന് വെച്ച് വരുമ്പോഴേക്കും റെസ്പോൺസിബിലിറ്റി ഇപ്പുറത്ത് വന്ന് വിളിക്കും, ബാബാ പിന്നെ കരയാത്ത. എക്സാക്ട്ലി, അത് ആകെ ഒരു ഫ്രീസ് ആകുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ നമുക്കിത് ചെയ്യാൻ വേണം. മറ്റേ പറയത്തില്ലേ, ഡു ഇറ്റ് അലോൺ ഡു ഇറ്റ് സ്കേർഡ്. എപ്പോഴും വരും കുറെ ആൾക്കാരെ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരും. അത് നമ്മൾ ടയേർഡ് ആണെങ്കിലും ചെയ്യണം, ഉറക്കം വന്നിട്ടുണ്ടെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും എന്താണെങ്കിലും പണി നടന്നുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ മൊമെന്റം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. നമ്മള് മൊമെന്റം ഇല്ല. ഇപ്പൊ നമ്മുടെ ഈ ഹാർട്ടിന്റെ ഒക്കെ ഇതിൽ കണക്ട് ചെയ്യില്ലേ, എന്നാൽ ECG അതിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും വന്നാലല്ലേ ലൈഫ് ഉള്ളൂ. അതേപോലെ ഇതിങ്ങനെ മേലേക്കും താഴേക്കും പൊക്കോണ്ടിരിക്കണം, എന്നാലേ ജീവുള്ളൂ. അത് നിന്ന് കഴിഞ്ഞാൽ മരിച്ചു എന്നാണ്. അപ്പൊ നിൽക്കരുത്. നമ്മൾ ഇങ്ങനെ അതിങ്ങനെ ഹാർട്ട് ബീറ്റ് പോലെ തന്നെ അങ്ങനെ കയറി ഇറങ്ങി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മരണമാണ്. നമ്മൾ നിൽക്കരുത്. ആ മൊമെന്റം ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ബ്രോ പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ലൈക്ക് ഇതും പറഞ്ഞ് എനിക്ക് കയറി തൂങ്ങാനൊന്നും പറ്റില്ല. ലൈക്ക് ഒരാൾ ഒരു റിലേഷൻഷിപ്പ് പോയാൽ പെയിൻ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്രത്യേകിച്ച് പറ്റിച്ചിട്ട് പോകുന്നതിനൊക്കെ തൂങ്ങാൻ പോകുന്ന പോയി ചാവാനാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ഒരാള് നമ്മളൊരു റിലേഷൻ നമ്മുടെ എഫേർട്ട് കൊടുത്ത് അതായത് നമ്മുടെ മാക്സിമം ഇത് നമ്മൾ കൊടുക്കുമ്പോൾ മറ്റേ ആൾ അത് എടുക്കുന്നില്ല. ഇപ്പോൾ ബിസിനസ് ഇതാണ്, നിങ്ങളൊരു പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ടാക്കി, അത് പറ്റാതെ ഒരു റോങ് കസ്റ്റമറിൻ്റെ അടുക്ക കൊടുത്തു കഴിഞ്ഞാൽ അയാളത് വാങ്ങിയില്ല. അത് വാങ്ങിയില്ല എന്നും പറഞ്ഞ് കരയുന്ന ഞാനല്ലേ പൊട്ടൻ? എക്സാക്ട്ലി, വേണ്ടവർക്കല്ലേ കൊണ്ടു കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ആക്ച്വലി എന്താണ്, ആ റിലേഷൻഷിപ്പ് പോയാൽ ഓക്കെ ഇങ്ങനെയുള്ള ആൾ എനിക്ക് പറ്റിയതല്ല, അത് മനസ്സിലാക്കുമല്ലേ വേണ്ടത്. പക്ഷെ എന്താ പറയുക, ഇമോഷണൽ കണക്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ ചില ബിസിനസ്സുകാർ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് കൊണ്ടായിരിക്കില്ല, അവർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തില്ല, അങ്ങനത്തെ ഒരു ഇമോഷണൽ സാധനം അതിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ആ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവർ ഇതേപോലെ ഒരു 3000 crores ആൾക്ക് ലോസ് വന്നു. അങ്ങനെയായിട്ട് ആൾ എന്ത് ചെയ്തു, സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ആൾ സൂയിസൈഡ് ചെയ്ത സമയത്ത് ആൾ പറഞ്ഞിട്ടുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു, അതായത് എനിക്ക് ആ ലോസിനേക്കാൾ കൂടുതൽ എന്നെ എഫക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൽ വേർത്തല്ല. പക്ഷെ ആ സെയിം പ്രൊഡക്റ്റിൽ അതിനുശേഷം അതിന് വേറൊരാൾ അതിന്റെ തുടർച്ചയായിട്ട് ആ സെയിം പ്രൊഡക്റ്റ് സെയിം ബ്രാൻഡ് നെയിമിൽ എടുത്തിട്ട് ഇപ്പോൾ 5,000 കോടി പ്രോഫിറ്റില്ല. സെയിം പ്രൊഡക്റ്റ്. അതെന്ന് വെച്ചാൽ ആ പേഴ്സൺ സെല് ചെയ്ത റോങ് പീപ്പിളിന് വേണ്ടിയിട്ടായിരുന്നു. അത് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇമോഷൻസ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കത്തില്ല ഇത് ആവും, അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരിക്കലും നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വേണം. എത്രയൊക്കെ സംഭവിച്ചാലും ലൈക്ക് യു ഷുഡ് ഫീൽ പ്രൗഡ് ദാറ്റ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് സം. ശരി,
ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അയാൾ പോയെങ്കിൽ ലൈക്ക് പോയി ശരിയാ. പക്ഷെ അവൻ ഒരു പാട്ടിയെ പോലെ കരഞ്ഞിട്ടുണ്ടോ നമ്മൾ രണ്ട് അപ്പൊ പക്ഷെ അതിനപ്പുറത്ത് ലൈക്ക് ആസ് എ മാൻ ഐ ഓൾവേസ് ഫീൽ പ്രൗഡ് ദാറ്റ് ഐ ടേക്ക് കെയർ ഓഫ് മൈ വുമൺ, മൈ മോം, ഡാഡ്. അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ്. അവിടെയാണ് റിയൽ മാസ്കുലിനിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രെയ്റ്റ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റൂൾ നമുക്ക് ഭയങ്കര നിർബന്ധമായിട്ടാണ്. ഇന്നത്തെ പിള്ളേർക്ക് അത് ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ റീൽസ് ഒക്കെ ഇപ്പം നമ്മളിപ്പോ റീൽസിലൊക്കെ പിടിച്ചിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാ. പ്രത്യേകിച്ച് ആ ഒരു കാറ്റഗറി ആളുകളെ ഇപ്പൊ കുറച്ച് ഏജ്ഡായ ആളുകൾ എല്ലാം കണ്ടു വന്നോണ്ട് പിന്നെ അവർക്ക് ക്ഷമയുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ജെൻസി എന്നൊക്കെ പറഞ്ഞിരുന്ന ടേംസിലേക്കൊക്കെ എത്തിയല്ലോ. ഇപ്പൊ ഞാനും ആക്ച്വലി ജെൻസി ആണ്. 2001 ആണ് ഞാൻ. അപ്പോൾ എന്നെ വെച്ചിടത്തോളം ഞാനും ജെൻസി ആണ്. അപ്പോൾ പക്ഷെ എനിക്ക് പിന്നെയും ഈ അറ്റൻഷൻ സ്പാൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പം ഒരു മറ്റേ മാരക എഡിറ്റിംഗ് ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യം ഞാൻ 2-2.5 മണിക്കൂർ പോഡ്കാസ്റ്റ് ഒക്കെ വേണം ഒറ്റ ഇരിപ്പിൽ കാണുമ്പോൾ ഇന്ന് നോട്ട്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരു 95% ആളുകൾക്ക് ഇപ്പോൾ പോസിബിൾ അല്ല എന്നാണ്. എല്ലാവരും ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം അതിൻ്റെ ഒരു ഇതിലാണ്. അതിന് അങ്ങനല്ല, ഇഷ്ടമുള്ള കാര്യത്തിന് എല്ലാവർക്കും എപ്പോഴും താല്പര്യമാണ്. 2.5 മണിക്കൂർ താൻ പോഡ്കാസ്റ്റ് കാണുന്നത് 4 മണിക്കൂർ റീൽസ് കാണാൻ പറഞ്ഞാലും വെറുതെ കൊണ്ട് പറ്റും. ശരിയാണ്. അപ്പൊ അതിനവിടെയുള്ള ഇൻട്രസ്റ്റ് ബേസ് ചെയ്താണ് ആ കാര്യം. പക്ഷെ ഇപ്പത്തെ ഒരു ആളുകൾക്ക് ഇൻട്രസ്റ്റ് കൊണ്ടും ഇല്ല, ഇരിക്കുന്നില്ല. അത് ഭയങ്കര താല്പര്യപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഗ്രാറ്റിഫിക്കേഷൻ പെട്ടെന്ന് ഇങ്ങനെ ആ ഡോപ്പമിൻ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു മൈൻഡാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചേച്ചിയുടെ കുട്ടികളൊക്കെ റീൽസ് നോക്കുന്നതാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വന്നത് എന്താ അവർക്ക് പറ്റണതാണോ എന്ന് നോക്കാനുള്ള താല്പര്യം, എൻ്റെ ഇൻട്രസ്റ്റ് ഫീഡ് ആണോ ഇതെന്ന് പോലെ നോക്കാനുള്ള സമയം കൂടി അതിൻ്റെ മുമ്പേ സ്ക്രോൾ ചെയ്യും. അപ്പൊ അത്രയും കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇപ്പൊ ഒരു 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫോൺ കൊടുക്കരുതെന്നാണ് ആക്ച്വലി. ശരിയാണ് നമ്മുടെ കാരണം ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് 2 കുട്ടികളെ എടുത്ത് വളർത്തുന്നുണ്ട്. അപ്പം അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ സാധനം മേടിച്ചോണ്ട്. അപ്പം അവിടെ നോക്കുന്ന ചേച്ചിയുടെ കൊച്ചുണ്ട്. ആ കൊച്ചിന് ഫോൺ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ഫോൺ പിള്ളേർക്ക് അധികം കൊടുക്കാതിരിക്കുന്നത്. ഫോൺ കൊടുത്തില്ലെങ്കിൽ കൊച്ച് തലയിട്ട് നിലത്തടിക്കും, ഭിത്തിയടിക്കും. അപ്പം അത്രയും അപകടം എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരിക. അപ്പം നമ്മളെ കുഞ്ഞിലെ നമ്മുടെ ബ്രെയിൻ വളരുന്ന ആ സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇത് അധികം ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്. പക്ഷെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആളുകൾ മനസ്സിലാക്കും. അതിന്റെ പല ഭയങ്കര വേസ്റ്റ് സൈഡുകളൊക്കെ ഇപ്പൊ കണ്ടു തുടങ്ങി പല കുട്ടികളിലും. ഞാൻ ഇതിലിടയ്ക്ക് ഏതോ ഒരു കപ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ മലയാളി കപ്പിൾ തന്നെ ഒരു റീൽ ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5ാമത്തെ വയസ്സ് വരെ കുട്ടികൾക്ക് ഒരു സ്ക്രീനും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അവരോട് കളിക്കാൻ നിൽക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷെ എത്ര എഫേർട്ട് ഇടേണ്ടി വന്നാലും 5ാമത്തെ വയസ്സ് വരെ അവർക്ക് ഒരു സ്ക്രീനും കാണിച്ചു കൊടുക്കില്ല എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ സേവ് ഒക്കെ ചെയ്ത് വെച്ചു. ഭാവിയിൽ നമുക്ക് ഉപകരിക്കാം. ഇല്ല. പക്ഷെ നമുക്കതൊക്കെ നമ്മളൊരു പാരന്റിങ് എന്ന് പറയുന്നത് നമുക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് പുതിയതാണ്, നമുക്ക് അറിയില്ല ഈ കാര്യങ്ങൾ, മൊബൈലിന്റെ കൾച്ചർ എന്താ, ഇതിന്റെ കാര്യങ്ങൾ എന്താ, നമുക്കും ഇതൊക്കെ നമ്മൾ ഇനി ഇതിന്റെയൊക്കെ ഒരു വേസ്റ്റ് സൈഡൊക്കെ ഒരു 10 കൊല്ലം കൊണ്ടൊക്കെയാണ് ഇനി കൂടുതൽ അറിഞ്ഞു തുടങ്ങുക. ഇപ്പോഴാണ് ഇത്രയും ഈ ഒരു മൊബൈൽ കൾച്ചറിലേക്ക് വന്നത്. ഈ ഒരു ആഫ്റ്റർ കോവിഡ്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷമാണ് ഈ ഒരു ഡിജിറ്റൽ കൾച്ചർ ഭയങ്കരമായിട്ട് ബൂമായത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇനി ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഇനി ഒരു നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിനകത്താണ്. ഇപ്പോൾ പല ഈ PUBG ഗെയിമേഴ്സ് ഒക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഹെവി അഡിക്ഷൻ ആയിട്ട് മൊബൈൽ ഇല്ലെങ്കിലും ഇങ്ങനെ കൈയാക്കുന്നതൊക്കെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ എണ്ണം ഇനി വരും ഡെഫിനറ്റ്ലി. അങ്ങനത്തെ ഇനിയിപ്പോൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് അതേപോലെ വിരലിങ്ങനെ നോർമലി ഫോണില്ലെങ്കിലും വരുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തും. അതിലേക്ക് എത്താനുള്ള ദൂരം അത്ര ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. മാക്സിമം നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അത്ര മൊബൈൽ അങ്ങനെ അഡിക്ഷൻ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. കാരണം എനിക്കതിന് ഞാനൊരു ബൗണ്ടറി വെച്ചിട്ടാണ് അത് യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ ആളുകളെ കൊണ്ട് ഇത് കാണിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന എന്ത് കാര്യത്തിനും നമ്മൾ മാറ്റി നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. കീപ് യുവർ റൂട്ട്സ് ഇൻ ദ റിയാലിറ്റി. എക്സാക്ട്ലി. അത് പറയുമ്പോൾ എനിക്ക് ഇത് ഒരു കോട്ട് ഓർമ്മ. അതായത് ഒതന്റിസിറ്റി ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് കോസ്റ്റ് എവറിത്തിങ് ഫേക്ക് ഇൻ യു. ശരിയാണ്. കാര്യം നമ്മൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ തന്നെ പറ്റുള്ളൂ. നമ്മുടെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് നമുക്ക് അങ്ങനെ സ്ട്രോങ് കണക്ട് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫേക്ക് ഹസിൽ പോലും ഡ്രോപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്തും ശരിയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട്
പകരം കൊടുക്കേണ്ടി വരും. ശരിയാണ്, അത് ഭയങ്കര എനിക്ക് അതുവരെ മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. ബ്രോ ഇങ്ങനെ കൊണ്ടുവരുന്ന ബ്രോന്റെ ഇടയ്ക്ക് സ്റ്റാറ്റസിൽ കാണുന്നതും ഞാൻ അങ്ങനെ പ്രീവിയസ്ലി അവിടുന്ന് ഇവിടുന്ന് വായിക്കാത്ത കാര്യങ്ങൾ ബ്രോന്റെ കാണാറുണ്ട്. ഞാൻ അങ്ങനെ മുമ്പേ ബ്രോന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് ബ്രോ ഇങ്ങനെ ഇടയ്ക്ക് ഇടുന്ന കാര്യങ്ങൾ എവിടുന്ന കൊണ്ടുവരുന്നത് ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് പുതിയ കോട്ടാണ് എനിക്ക്. ഒന്ന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാ, ഒന്ന് കുറെ കാര്യങ്ങൾ വായിക്കുമ്പോ നമ്മള് മനസ്സിലാക്കിയ കാര്യങ്ങള് ഇതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വോയിസിൽ പറയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോ ചിലപ്പോ കിട്ടും. ചിലപ്പോ ആളുകൾ ഇതുവരെ വായിക്കാത്ത തന്നെ വായിക്കും. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഞാൻ അത്ര ഇങ്ങനെ മോട്ടിവേഷൻ അങ്ങനെ തെരഞ്ഞു പോയില്ല. മോട്ടിവേഷൻ ചെയ്തിരുന്ന വ്യക്തിയല്ലേ? ഞാൻ എന്റെ ഫസ്റ്റ് നീഷ അതായിരുന്നു. കോണ്ടന്റ് ക്രിയേഷനിൽ ഫസ്റ്റ് നീഷ അല്ല തോന്നുന്നു. കുറച്ചൊരു ഗ്രാജുവലി കുറച്ച് എത്തിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. കാര്യം നമ്മളെപ്പോഴും ഞാൻ ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്രിയേറ്റ് വാട്ട് യു കൺസ്യൂം എന്ന് പറയുന്നത്. അതായത് നീ എന്താണോ കൺസ്യൂം ചെയ്യുന്നത് അത് നീ ക്രിയേറ്റ് ചെയ്യും. അതാണ് കൂടുതൽ നിനക്ക് ക്രിയേറ്റ് ചെയ്യാനും എളുപ്പം. അതുപോലെ തന്നെ ആളുകൾക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവുക. നിന്റെ ഓഡിയൻസ് അതാണ് ഇഷ്ടം ഉണ്ടാവുക. ഞാൻ എവിടെയോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിലും ഡെഫിനറ്റ്ലി അതാണ് പറയാറ്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് പറഞ്ഞപ്പോൾ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം ആ മോട്ടിവേഷൻ ചില സമയത്ത് ചില ആളുകളൊക്കെ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ രോമൊക്കെ ഇങ്ങനെ നീച്ചൊക്കെ അറിയില്ലേ, അത് സംഭവം സത്യമാണ്. അങ്ങനെ ഒരു മോട്ടിവേറ്റ് ചെയ്യാനൊരു കഴിവ് തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്കില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇനിയിപ്പോൾ ഒരു മോട്ടിവേഷൻ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും. എനിക്കൊരു മോട്ടിവേഷൻ സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതാനുള്ള സ്കില്ലൊക്കെ ഉണ്ട്. പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സ്കില്ല് എനിക്ക് അന്നില്ല, ഇപ്പോഴും അത്രയ്ക്കില്ല. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ശരിയാണ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ സീക്ക് ചെയ്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്കൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പൊ യു ഹാവ് എ ലേൺ മൈൻഡ് സെറ്റ് അതൊക്കെ കണ്ട് വരും. അപ്പൊ ഓക്കെ ഞാൻ ലേണാണ് മൈൻഡ് നമ്മൾ അങ്ങോട്ട് കയറും. പിന്നെ ഒരു സമയത്ത് മോട്ടിവേഷനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഡിസിപ്ലിൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ, ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഹൈക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ എപ്പോഴും ഒരേ കാര്യം അങ്ങനെ കണ്ടിന്യൂസ്ലി ഹിറ്റ് ചെയ്യുന്നതിലാണ് എപ്പോഴും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. മോട്ടിവേഷൻ ഞാനിപ്പോൾ അങ്ങനെ സീക്ക് ചെയ്യാറില്ല. പക്ഷെ മോട്ടിവേഷൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു ഒരു സമയത്ത്, പക്ഷെ ആരും കണ്ടിട്ടില്ല. എനിക്ക് ലൈൻ മൈൻഡ് സെറ്റ് വീഡിയോ എനിക്ക് ഭയങ്കര അത് സംഭവം നല്ല ചാർജ് ആട്ടോ. പക്ഷെ ആ ചാർജ് എന്താ പറഞ്ഞാൽ ഒരുപാട് നേരം നിൽക്കില്ല, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇറങ്ങിപ്പോകും. പക്ഷെ ഭയങ്കര ചാർജ് നമുക്ക് കയറും. യു ഹാവ് എ ലൈൻ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ ഓക്കെ നമുക്ക് ലൈൻ മൈൻഡ് സെറ്റ് ആണ്. പിന്നെ ഞാൻ ഓഗസ്റ്റ് ജനിച്ചോണ്ട് നമുക്ക് ലിയോ ആണ് നമ്മുടെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓക്കെ ഞാൻ അതായിട്ട് കണക്ട് ചെയ്യും. ലയൺ എന്ന് ഉറപ്പിച്ചു, ഞാൻ അത് കണക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. അങ്ങനെ ഒരു കാര്യം ഉണ്ടാടാ. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫുട്ടേജ് മൊത്തം നഷ്ടപ്പെട്ടു പോവുകയാണ്. ചെറിയൊരു ഭാഗം മാത്രമേ ബാക്കി വരുന്നുള്ളൂ എന്നിരിക്കട്ടെ. എന്തായിരിക്കും ആളുകളിലേക്ക് എത്തിക്കാൻ ബ്രോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചുള്ള കാര്യങ്ങളെല്ലാം പോയി ബ്രോയ്ക്ക് ലാസ്റ്റ് ഇതിൽ, അതായത് എൻ്റെ ഒരു ഹരീഷ്, എൻ്റെ ഓഡിയൻസിൽ ഹരീഷ് വന്നിരുന്ന ഹരീഷിനെ ഇങ്ങനെ ഓർക്കണം, അല്ലെങ്കിൽ എന്താണ് ഹരീഷിൻ്റെ ലാസ്റ്റ് വേർഡ്സ് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. നമുക്കെപ്പോഴും നമുക്ക് പല സ്വപ്നങ്ങളും പല കാര്യങ്ങളും നമുക്ക് നേടണം. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, രാത്രി 2 മണിക്ക് സ്വപ്നം, ലക്ഷറി കാർ വരിക, അങ്ങനത്തെ സ്വപ്നങ്ങൾ രാത്രി 2 മണിക്കാണ് ഞാൻ കൂടുതൽ നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുക എങ്ങനെയും വളരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ആ മൊമെന്റിലൊക്കെ നമ്മളൊക്കെ കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾക്കൊക്കെ എവിടെയോ എന്തൊക്കെയോ പവർ ഉണ്ട്. അപ്പം നമുക്കത് നമ്മളെ കൊണ്ട് പോസിബിൾ ആണോ എന്നുള്ള എപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എല്ലാം ഇത് ഒരു കരിയർ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ആവണമെന്ന് സംസാരിച്ചിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു സ്വപ്നം ഉണ്ടായി, അറ്റ്ലീസ്റ്റ് അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് നമുക്ക് നടന്നില്ലെങ്കിൽ വിട്ടേക്ക് പോട്ടെ. പക്ഷേ നമ്മളൊരു 50-ൽ നിൽക്കുന്ന, ഒരു ഏജ് 50-ൽ നിൽക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ട് അതേ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് അന്ന് വന്നിട്ടുള്ള ഒരു സ്വപ്നത്തിൽ വേറെ ആളുകൾ എക്സലായി നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള റിഗ്രറ്റിനേക്കാൾ ഏറ്റവും അടിപൊളിയാണ് ഞാനത് ട്രൈ ചെയ്ത് നോക്കി, എന്നെക്കൊണ്ട് അത് പോസിബിൾ അല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യത്തിന് നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് എന്ത് സ്വപ്നമാണ്, അത് എത്ര മണ്ടൻ സ്വപ്നം എന്ന് ആളുകൾ പറഞ്ഞാലും ചില മണ്ടൻ സ്വപ്നങ്ങളാണ് ഈ ലോകത്തിനെ മൊത്തം എന്ത് ചെയ്ത് മാറ്റിമറിച്ചുള്ളൂ. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന, ഇപ്പോൾ ബ്രോന്റെ അത് ആപ്പിൾ അല്ല ഐപാഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പോലും എന്താണ് സ്റ്റീവ് ജോബ്സ് ഒരു സമയത്ത് വന്നിട്ട് പറഞ്ഞു ഇനി മൊത്തം ഒരു 10 വർഷം കൊണ്ട് സ്മാർട്ട് ഫോണുകളായിരിക്കും ലോകം മൊത്തം. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇപ്പോൾ നമ്മുടെ കാലം വന്നില്ലേ. അപ്പോൾ അങ്ങനെ
പല മണ്ടൻ സ്വപ്നങ്ങളാണെന്ന് പലരും വിശ്വസിച്ച കാര്യങ്ങളാണ് ഈ ലോകം മൊത്തം മാറ്റിമറിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിലും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ ആളുകളുടെ ഉള്ളിലും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ട്, നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ എന്താണെങ്കിലും മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് കാണുന്ന, നമ്മളെ എന്താ പറയുക, ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പോസിബിൾ ആണോ എന്നുള്ളതെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ആ ട്രൈ ചെയ്ത് എറർ ആയി കഴിഞ്ഞാൽ പൊക്കോട്ടെ, ട്രൈ ചെയ്ത് തോറ്റു കഴിഞ്ഞാൽ പൊക്കോട്ടെ. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തു നോക്കിയിട്ട് തോൽക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം. കാരണം ആ തോൽവി ഒരു തോൽവിയല്ല, നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഹെൽപ്പ് ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ആവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യത്തിൽ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആവാതിരിക്കുക. ആ പെർഫെക്ഷനിസം നമ്മൾ എവിടെ എത്തിക്കില്ല. അപ്പോൾ ട്രയൽ ആൻഡ് എറർ, അപ്പോൾ അതിനൊരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ മടിക്കാതിരിക്കുക. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അവിടെ നിന്ന് നമ്മുടെ പാഷനും എക്സാക്റ്റ് എന്താണോ എന്നെക്കൊണ്ട് പറ്റുന്നത്, ഞാൻ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എനിക്ക് അതിൽ നിന്നേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഫൈനലി അത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. സിംഗിൾ വേൾഡിൽ പറഞ്ഞാൽ ട്രൈ ആൻഡ് എറർ. അതിനപ്പുറത്ത് എറർ അല്ലെങ്കിൽ അതിന് രണ്ട്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള ഒരു സിംഗിൾ ആൻസർ അതിനാണ്. പക്ഷേ ഇപ്പം നമ്മൾ അതിനൊരു ഒരു പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ആ പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ പ്രണയം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം നോയാ അല്ലേ. പക്ഷെ നേരെ മറിച്ച് ഞാൻ ആ പെൺകുട്ടീൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, ചിലപ്പോൾ അവൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞാലോ, അല്ല അയ്യോ ആ സൈഡ് പറയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ കാര്യം മാത്രമല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളിപ്പോ പോട്ടെ, അതിൽ നമുക്ക് ആ കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് തന്നെ വെക്ക്, നമുക്ക് എപ്പോഴും നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ബിസിനസിന്റെ പെർസ്പെക്റ്റീവിൽ എടുക്കാം, റിലേഷൻഷിപ്പിന്റെ പെർസ്പെക്റ്റീവിൽ പോയാൽ അങ്ങനെ ഒരു പ്രശ്നമില്ലേ. ശരി, ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ബിസിനസ് ഐഡിയ നമുക്ക് തലയിൽ തോന്നി, ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ, അത് വർക്ക് ആവുമോ എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം നോയാ. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി രണ്ടായി. ഒന്നില്ലെങ്കിൽ സംഭവിക്കാം അതിലൊരു വലിയ ഒരു ഹിറ്റ് വന്നിട്ട് നമുക്കതിലൊരു വലിയ ബൂമിങ് സംഭവിക്കാം, അതർവൈസ് അതൊരു വലിയ ഫെയിലിയർ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും. പക്ഷെ അപ്പോഴും എന്തുണ്ട്, ഒരു സിംഗിൾ ആൻസറിനേക്കാൾ കൂടുതൽ എപ്പോഴും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാണ് എപ്പോഴും നല്ലത്. അതാണ് എൻ്റെ ഒരു മൈൻഡിലിട്ട് എപ്പോഴും. ഓക്കെ, പിന്നെ ഇഫ് യു വോണ്ട് യു ക്യാൻ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ. ബ്രോഡ് ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രോഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ ഒന്നാലേക്കിട്ടും. അപ്പോൾ ബ്രോൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ബ്രോ ഒരു റിയൽ പേർപ്പസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്തൊരു കാര്യത്തിനും ആളുകൾ പേർപ്പസ് കണ്ടുപിടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പോൾ ബ്രോൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് റിയൽ പേർപ്പസ് എന്ന് പറയുന്നത്? റിയൽ പേർപ്പസ് ലൈക്ക് ഇക്കിഗൈ. ഇക്കിഗൈ. ഇക്കിഗൈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവരും വിചാരിക്കുന്ന ഒരു പർപ്പസ് എന്നാണ്. ഒന്നിൽ കൂടുതൽ പർപ്പസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് കൂടെ ഞാൻ പറയും. അതായത് ഞാൻ ഭാവിയിൽ ഒരു അച്ഛനാണ്, ഞാൻ ഭർത്താവാണ്, മകനാണ്, മനസ്സിലായി. അപ്പോൾ ഞാൻ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോയിടത്തും എനിക്ക് കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസ് വെവ്വേറെ ആയിരിക്കും. ഞാൻ നാളെ വലിയൊരു പണക്കാരനാണ്, പക്ഷേ ഒരു മോശം ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ധാരണ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന് ഒരു സിംഗിൾ ആൻസർ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് ആ മൾട്ടി ലെയേഴ്സ് ഉള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു വ്യക്തി വളരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അവൻ്റെ കയ്യിലുള്ള പൈസ വളരുന്നു എന്നതിൻ്റെ അർത്ഥം ആ വ്യക്തി വളരുന്നു എന്നല്ല, അവൻ പണക്കാരനായി എന്നാണ് അതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസും ഈ ഹസൽ കൾച്ചറിൻ്റെ കാര്യം. നമുക്ക് എല്ലാ ഭാഗവും ഉണ്ട്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കണം, നമ്മുടെ പാസ്റ്റിൽ നിന്ന് പഠിക്കണം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ് ആസ് വെൽ. എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരു മൾട്ടി ലെയേർഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഒരു ഫസ്റ്റ് ഒരു മെച്യൂരിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എല്ലാത്തിലും എല്ലാവരും സൂപ്പർ ആവില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ കാര്യങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾക്കൊരു കുറവുണ്ടെങ്കിൽ അത് അങ്ങനെയാണെന്നുള്ളത് അംഗീകരിക്കുക. ഇപ്പം ചെവി കേൾക്കാത്തൊരു വ്യക്തി ഉണ്ടെന്നല്ലേ, അയാൾക്ക് അതിൽ അഷെയിംഡ് ആകേണ്ട കാര്യമില്ല. അയാൾ അറിഞ്ഞുകൊണ്ട് അയാളുടെ ചെവി കളഞ്ഞൊന്നും അല്ലല്ലോ. അപ്പം ഈ ഒരു പർപ്പസ് നമുക്കെപ്പോഴും നമ്മൾ ഓരോ കാര്യം ചെയ്യും. ഇപ്പം എൻ്റെ അച്ഛനും മേലായിരുന്നപ്പം എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആസ് എ ഒരു മകനെ പോലെ എൻ്റെ അപ്പനെ നോക്കുക, പറ്റുന്ന രീതിയിലൊക്കെ നോക്കുക. അപ്പൻ എന്താ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക, നടക്കാനെങ്കിൽ ബുദ്ധിമുട്ടെങ്കിൽ പിടിച്ച് ലൈക്ക് ടേക്ക് കെയർ ഓഫ് ഹിം. ദാറ്റ് ഈസ് മൈ പർപ്പസ്. ആ ടൈമിൽ എനിക്ക് വേറൊന്നും എൻ്റെ തലേ വരുന്നില്ല. എനിക്കൊരു ജിമ്മുണ്ട്, അവിടെ ആൾ കയറിയിട്ടുണ്ടോ എന്തോ, അത് ലൈക്ക് ടോട്ടലി ഔട്ട് ഓഫ്
അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് പുറത്ത് ഐ ആം ഹെർ പ്രൊട്ടക്റ്റർ. എൻ്റെ അമ്മയും കൊണ്ട് പോകുമ്പോൾ ഐ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹെർ. അങ്ങനെ സോ ഇങ്ങനെയുള്ള എൻ്റെ എത്തിക്സ് അനുസരിച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് ടു മീ ഇറ്റ്സ് ദ പർപ്പസ്. അതർവൈസ് ലൈക്ക് എന്തിനാണ് ലൈക്ക് നമ്മൾ പറയത്തില്ലേ മൂക്കിന് തീരെ രോമം കിളിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ആണായാലും പെണ്ണായാലും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോ, അതായത് പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആണുങ്ങളെ കൊണ്ട് പറ്റരുത്. കാരണം ഹ്യൂമൻ ബ്രെയിൻ തന്നെ ആണുങ്ങൾ മെയിൽ ബ്രെയിൻ ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ തിങ്സ്. അതാണ് ഈ കാറ് കമ്പം അത് ഇതെല്ലാം ആണുങ്ങൾക്കുള്ള. കൂടുതലും ഫീമെയിൽസാണ് ഭൂരിഭാഗവും മറ്റേ ഈ കെയർ ടേക്കിംഗ് ജോബുകളൊക്കെ. ഇപ്പം നേഴ്സുമാർ അങ്ങനെയുള്ള കൂടുതൽ പേര് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. കാരണം ദേ ആർ ഫോക്കസ്ഡ് ഓൺ മോർ അട്രാക്ട് ടു പീപ്പിൾ തിങ്സ്. മെയിൻ എൻജിനീയേഴ്സൊക്കെ കൂടുതലും ആണുങ്ങൾ. അപ്പോൾ ഈ പീപ്പിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും പെണ്ണുങ്ങൾ. സോ ഇങ്ങനൊരു പർപ്പസിന് കണ്ടോ ഇപ്പം തന്നെ ആ നേരത്തെ പറഞ്ഞ എൻ്റെ ഈ മൾട്ടി ലെയർ ഇന്ന് വേറൊരു രീതിയും വന്നിരിക്കും. അപ്പം ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും പർപ്പസുകൾ അക്കോർഡിംഗ് ടു യുവർ എത്തിക്സ് അത് ഫോളോ ചെയ്യുക. ലൈക്ക് പറ്റുന്ന റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എടുക്കുക. ലൈക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാൾ ലൈക്ക് ജോർഡൻ പീറ്റേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് മേക്ക് ഷുവർ യു ലിഫ്റ്റ് എ വെയ്റ്റ് ദാറ്റ് ഈസ് ഹെവി ഇനഫ്. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്തെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ടു ബി ഓണസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. ലിവ് അക്കോർഡിംഗ് ടു യുവർ എത്തിക്സ്. അത് ഞാൻ ഒരുപാട് നീട്ടി പറഞ്ഞു, സോറി. അല്ല കറക്റ്റ് ആൻസർ. കാരണം എല്ലാവരും ഈ റീൽസിലൊക്കെ പറയും ഫൈൻഡ് യുവർ പർപ്പസ്. പക്ഷെ എല്ലാവരും ഒരു സിംഗിൾ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് പർപ്പസ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു പർപ്പസ് കണ്ടെത്താനായിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കരിയർ ബേസ്ഡ് ആയിട്ട് ഒരു പർപ്പസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ കണ്ടു, ഓക്കെ ഫൈൻ. പക്ഷെ അപ്പോൾ അപ്പുറത്തും കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പർപ്പസുള്ള ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്സ് കേസൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഹസിലിംഗ് ടൈമിൽ കൊണ്ടുവരരുത്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായില്ല. പക്ഷേ നമ്മൾ ഒരു 30 ഒക്കെ എത്തിയ ഏജ് വിചാരിക്കും. അപ്പോൾ നമ്മൾ കരിയർ വൈസ് ആയിട്ട് ഭയങ്കര സക്സസ്ഫുൾ ആയി. അപ്പോൾ നമുക്കൊരു 25 നമ്മൾ കല്യാണം കഴിച്ചു വിചാരിക്കാം. പക്ഷെ നമ്മൾ പാർട്ട്ണറായിട്ട് നമ്മൾ എവിടെയും ഇൻട്രാക്ട് ചെയ്യുന്നതൊന്നുമില്ല. ഇപ്പോൾ നേരത്തെ ബ്രോ പറഞ്ഞ പോലെ ഞാൻ ഒരു ബിസിനസ് വൈസും നല്ലൊരു പേഴ്സണൽ ബ്രാൻഡും ഒരുപാട് കോടികൾ അക്കൗണ്ടിലുണ്ട്, പക്ഷെ നല്ലൊരു പാർട്ട്ണർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതുപോലെ എൻ്റെ അച്ഛന് നല്ലൊരു മകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ പല സൈഡുകളുണ്ട്. അപ്പോൾ ബ്രോ അത് കുറച്ച് നീട്ടി പറഞ്ഞതും ഭയങ്കര അടിപൊളി ആൻസറാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വേർത്താണെന്ന് എനിക്ക് തോന്നി. Oh man, keep creating until your silence. Man. Oh man, it's ഭയങ്കര ടൈം ഓളെ കിട്ടുന്നില്ലേ. താങ്ക്സ് ഗിഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഫോട്ടോ വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ എന്തൊക്കെയോ ഇന്നർ മീനിങ് ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയില്. കണ്ടു നോക്ക്, ആ കണ്ണീന്ന് വരുന്നത് എന്താ ഗോൾഡ് അല്ലേ കാര്യമാണ്. അതായത് ഞാൻ എവിടെ ഒരു കോട്ട എന്തോ ആയിട്ടുണ്ട്, അതായത് ഹാപ്പി ആയിട്ട് പുവർ ആയിട്ടിരിക്കുന്നോ അതോ റിച്ച് ആയിട്ട് സാഡ് ആയിട്ടിരിക്കുന്നോ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാം റിച്ച് ആയിട്ട് സാഡ് ആയിട്ട്. അതുപോലെയാണ്. ശരിയാ, കരയാണെങ്കിൽ സ്വർണ്ണം ഒഴുകട്ടെ. ഭയങ്കര അടിപൊളിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, താങ്ക് യു. ഓൾവേസ്. സോ എന്ത് ചെയ്യുമ്പോൾ ഒരു കോട്ടിൽ തന്നെ എന്ത് ചെയ്യുക. ദ കോട്ട് സീസ് every fake layer you peel is a rebirth. Exactly.